കടന്നു വന്നാട്ടെ ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. 44 മുതൽ താഴേക്ക് വായിക്കാമോ? ശബ്ദം ഉയർത്തി വായിക്കാമോ? ലൂക്കോസ് 23 44 മുതൽ 46 വരെ. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടു പോയിട്ട് 9 മണി വരെ ദേശത്തൊക്കെയും അന്ധകാരം ഉണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചിന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഡോക്ടർ ലൂക്കോസ് യേശു കർത്താവിൻ്റെ ക്രൂശിലെ അവസാനത്തെ വാക്കിനെക്കുറിച്ച് ഇതാ സംസാരിക്കുകയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വാക്കുകൾക്ക് ആത്മീയ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ലോകത്തിലുള്ളതായ സകലതിനെ ദൈവം വാക്കുകൾ കൊണ്ടാണ് സൃഷ്ടിച്ചത്. ഒരിക്കൽ കൂടെ, ലോകത്തിലുള്ള സകലതിനെ ദൈവം സൃഷ്ടിച്ചത് വാക്കുകളാലാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതം ആരംഭിച്ചതിലും വാക്കിനാലാണ്. സ്തോത്രം. അകത്ത് വെളിപ്പെട്ടതായ ഒരു വിശ്വാസവും പുറത്ത് പറഞ്ഞതായ ഒരു വാക്കും. എന്താണ് അകത്ത് വെളിപ്പെട്ടതായ വിശ്വാസം? റോമാലേഖനം 10-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, ആ വാക്യം നമുക്ക് വായിച്ചു പോകാം. റോമർ 10-ന്റെ 7 മുതൽ താഴേക്ക്, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ചു ആർ പാതാളത്തിൽ ഇറങ്ങുവന്നു, നിൻ്റെ ഹൃദയത്തിൽ പറയരുത്. 8, 9 വാക്യങ്ങൾ. എന്നാൽ അത് പറയുന്നത്, വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുന്നു. 2, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. 2 ടൈമാണ് ഒരാൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് ആവശ്യം. 1, അകത്തലങ്ങളിൽ വ്യാപരിക്കുന്ന വിശ്വാസം, യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. 2, അധരത്തിൽ വിളിച്ചു പറയുന്ന വാക്ക്. ഈ ഇടയ്ക്കിടയ്ക്ക് ചില പബ്ലിക് മീറ്റിങ്സിൽ ഞാൻ പ്രസംഗിക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ക്രൂശിലെ 7 അത്ഭുതങ്ങൾ. അല്ലെ, 7ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത്, യേശുവിനെ ക്രൂശിപ്പാൻ നേതൃത്വം നൽകിയ ഒരു ശതാധിപനുണ്ടായിരുന്നു. ആ ശതാധിപൻ ഒരു സാധാരണ ശതാധിപനായിരിക്കണമെന്നില്ല, സാധാരണ ഒരു ഓഫീസർ അല്ല, ആകാൻ സാധ്യതയില്ല. കാര്യം, യേശു ഏറ്റവും സ്വാധീനമുള്ളതായ ഒരു വ്യക്തിയാണ്. സ്വാധീനമുള്ള, നീറോസ് കൈസറിനേക്കാൾ അന്ന് ഫേമസ് ആയ ഒരു വ്യക്തിയാണ് യേശു. യേശു റോമിലൊന്നും പോയിട്ടില്ല. യേശു ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്തത് വളരെ അപൂർവമാണ്. പക്ഷേ യേശു യാത്ര ചെയ്തില്ലെങ്കിലും യേശുവിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. പലരും യാത്ര ചെയ്തിട്ട് സ്വാധീനം ലഭിക്കുന്നില്ല. പക്ഷെ വേറെ പരിപാടി ഒന്നും ചെയ്തില്ലെങ്കിലും കർത്താവിൻ്റെ സ്വാധീനം വലുതെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മഹാത്മ്യം വർദ്ധിക്കുകയാണ്, അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു യേശുവിനെ അടിക്കുവാൻ, ക്രൂശ് ചുമപ്പിപ്പാൻ, ക്രൂശിപ്പാൻ വേണ്ടി പിലാത്തോസ് ഏൽപ്പിച്ചത് ഒരു ഓർഡിനറി ഓഫീസറിനെ അല്ല, ഒരു ബ്രില്യൻ്റ് ഓഫീസറിനായിരുന്നു. 7 അത്ഭുതങ്ങളിൽ അവസാനം എന്ന് പറയുന്നത്, ആ ശതാധിപൻ എന്ന ആ നല്ല ഓഫീസർ അറിയാതെ പറഞ്ഞുപോയി, വാസ്തവമായി ഇവൻ ദൈവപുത്രനായിരുന്നു. ഒരു ട്രാൻസ്ലേഷനിൽ ഒരു സുവിശേഷകൻ പറയുന്നു, ഇവൻ നീതിമാനായിരുന്നു. പക്ഷെ അവസാനം ഞാനിങ്ങനെ പറഞ്ഞു വിടാറുണ്ട്, ചിലപ്പോൾ പുള്ളി സ്വർഗത്തിൽ കാണാം. ആര്? ശതാധിപൻ. ചിലപ്പോൾ എന്ന പദം വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് ചിലപ്പോൾ എന്ന് വേഗിയത് പറഞ്ഞു? എന്തുകൊണ്ട് വേഗിയത് പറഞ്ഞു? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് അവന് സ്തോത്രം വിശ്വസിച്ചില്ല. കാരണം സ്റ്റിൽ യേശുവിൻ്റെ ബോഡി ഇപ്പോഴും ക്രൂശിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ശരീരം എവിടെയായി? കല്ലറയിലായി. യേശു ഉയർത്തു എന്നുകൂടെ പുള്ളി പറഞ്ഞിരുന്നുവെങ്കിൽ അവന് വിശ്വാസഗണത്തില്ലെന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റും. മനസ്സിലാകുന്ന നിങ്ങൾക്ക്? സാധാരണ ഈ ഉള്ള കുറവുകൾ ആരും പറയത്തില്ല.
ഞാനൊരു പാവമായതുകൊണ്ട് അങ്ങ് പറഞ്ഞത് തന്നതാണ്. അപ്പോൾ വിശ്വാസ ജീവിതത്തിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് അകത്തലങ്ങളിൽ വ്യാപരിക്കുന്ന വിശ്വാസവും മറ്റൊന്ന് പുറത്ത് പറയുന്നതായ വാക്കുകളും. ഹൃദയം കൊണ്ട് വിശ്വസിച്ചു രക്ഷയ്ക്കായി വായുകൊണ്ട് ഏറ്റു പറയുന്നു. സ്തോത്രം. സോ അങ്ങനെയാണ് വിശ്വാസ ജീവിതം ആരംഭിച്ചത്. പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ആരംഭിച്ചതും ദൈവം പറഞ്ഞ വാക്ക് കൊണ്ടാണ്. എലോഹീം അരുളി ചെയ്ത വാക്കാണ്. നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കുന്നത് വാക്കെന്ന് യാക്കോബ് 3 പറയുന്നു. ഒരു സ്തോത്രം കടിഞ്ഞാൻ കൊണ്ട് കുതിരയെ നിയന്ത്രിക്കുന്ന പോലെ, ഒരു ചുക്കാൻ കൊണ്ട് ഒരു കപ്പലിനെ നിയന്ത്രിക്കുന്ന പോലെ നിങ്ങളുടെ നാക്കാണ്, നിങ്ങളുടെ നാവാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. എന്താണോ നിങ്ങൾ പറയുന്നത് അതാണ് നിങ്ങൾക്ക് ഭവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ നാവ് വളരെ കെയർഫുള്ളായി ഉപയോഗിക്കേണ്ടതായ ഒരു അവയവമാണ്. വാക്ക് വളരെ സ്തോത്രം കൃത്യമായി വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതായ ഒരു അവയവം തന്നെയാണ്. വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ അവസാനത്തെ ആ 7 സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൂസിലെ 7 മൊഴികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര കാലം ഒരാൾ ജീവിച്ചിരുന്നാലും അദ്ദേഹം മരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും അവസാനം അദ്ദേഹം എന്താണ് പറഞ്ഞത്. എത്ര വയസ്സുള്ളവരാകട്ടെ, 94 ആണോ 86 ആണോ, എത്ര വയസ്സ് വരെ ഒരാൾ ജീവിച്ചിരുന്നാലും അവസാനം മരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും ലാസ്റ്റ് വേർഡ്സ്, അവസാന വാക്ക് എന്തായിരുന്നു. ഇതുപോലെ സഭയെ സംബന്ധിച്ച് യേശു കർത്താവ് ക്രൂസിൽ പറഞ്ഞതായ 7 വാക്കുകൾക്ക് അല്ലെങ്കിൽ ക്രൂസിലെ 7 മൊഴികൾക്ക് 7 സെയിങ് അറ്റ് ദ ക്രോസ്, ക്രൂസിലെ 7 മൊഴികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പറഞ്ഞ് ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. പറഞ്ഞ ഒന്നാമത്തെ എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. രണ്ടാമതും മനസാന്തരപ്പെട്ട കള്ളനോട് പറഞ്ഞു ടുഡേ യു ഷാൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. മൂന്നാമത് അതേ അമ്മയെ നോക്കി താൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ എന്ന് യോഹന്നാനോടും അതുപോലെ അമ്മ മറിയോടും പറഞ്ഞു. 4 സ്തോത്രം എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. 5 സ്തോത്രം എനിക്ക് ദാഹിക്കുന്നു. 6 സകലതും നിവർത്തിയായി. 7ാമത്തതാണ് നമ്മൾ ഇന്ന് രാത്രി അത് ചിന്തിക്കുന്നത്. പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. ഇതൊരു കംപ്ലീറ്റ് അല്ല. ഇത് കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിണറെന്ന് ഞാൻ വീണ്ടും പറയട്ടെ. ഇതിൻ്റെ ആഴം കുറച്ചുകൂടെ ഇനിയും വർദ്ധിക്കാനായിട്ടുണ്ട്. ഒരിക്കൽ കൂടെ, ഇത് കുഴിച്ചുകൊണ്ടിരിക്കുന്ന കിണറാണ്. ചില സമയത്ത് ഒരു മെസ്സേജസ് ദൈവം നിങ്ങൾക്ക് കംപ്ലീറ്റായി നൽകാറുണ്ട്. ചിലപ്പോൾ ചിലത് സ്തോത്രം അതേ ചില ആഴ്ചകളോ ചില മാസങ്ങളോ ഒക്കെ കാത്തിരുന്നാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണരൂപം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഒത്തിരി പ്രീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഞാനത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത്. ചിലപ്പോൾ അറ്റ് എ ടൈം 10 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഒരു അസ്ഥിയെ ജീവിപ്പിക്കുന്നത് പോലെ ദൈവം നിങ്ങൾക്ക് ജീവിപ്പിച്ച് നൽകാം. എന്നാൽ അതേ സമയത്ത് ചിലപ്പോൾ മാസങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കിടന്ന് അതേ ബുദ്ധിയിൽ നിങ്ങൾ ധ്യാനിച്ച് അല്ല ഹൃദയത്തിൽ തന്നെ ധ്യാനിച്ച് പഠിച്ച് റെഫർ ചെയ്ത് എടുക്കുന്ന ഒരു ദൂതാണ്. സോ ഇത് ആ കാറ്റഗറിയിൽ പെട്ടതായ ഒരു കാര്യമാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. സോ സ്തോത്രം. പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. 7 മൊഴികൾ യേശു കർത്താവ് ക്രൂശിന്മേൽ പറഞ്ഞു. അതിൽ 3 പ്രാർത്ഥനയാണ്. സ്തോത്രം. 7 മൊഴികളിൽ 3 പ്രാർത്ഥനയാണ്. എന്തുകൊണ്ടാണ് 3 പ്രാർത്ഥന? യേശു കർത്താവിൻ്റെ ജീവിതം തന്നെ പ്രാർത്ഥനയാണ്. സ്നാനപ്പെട്ട ഉടനെ യോർദാൻ്റെ കരയിൽ പ്രാർത്ഥിച്ചു, മരുഭൂമിയിൽ പ്രാർത്ഥിച്ചു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, നന്നായി ഇരുട്ടുള്ളപ്പോൾ പോയി പ്രാർത്ഥിച്ചു, തനിയെ പ്രാർത്ഥിച്ചു, ശിഷ്യന്മാരുമായി പ്രാർത്ഥിച്ചു, തോട്ടത്തിൽ പ്രാർത്ഥിച്ചു, തീർന്നില്ല ക്രൂശിലും പ്രാർത്ഥിച്ചു. ഉയർത്തെഴുന്നേറ്റ ശേഷം അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി പ്രാർത്ഥിച്ചു. സ്തോത്രം. അതെ, ഹി വാസ് എ മാൻ ഓഫ് പ്രേയർ. സ്തോത്രം. കർത്താവ് തൻ്റെ ജീവിതത്തിൽ അതേ സ്തോത്രം പ്രാർത്ഥനയുടെ മനുഷ്യനെന്ന് അവൻ തെളിയിക്കുകയുണ്ടായി, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ വ്യക്തി എന്ന് തെളിയിക്കുകയുണ്ടായി. യേശു പ്രാർത്ഥനയുടെ വ്യക്തി എന്ന് തെളിയിച്ചെങ്കിൽ നിങ്ങളും വചനം അറിയാമെന്നുള്ള വ്യക്തി എന്നല്ല തെളിയിക്കേണ്ടത്. വചനം ജനമായി തീർന്നവൻ പ്രാർത്ഥനയുടെ വ്യക്തി എന്ന് തെളിയിച്ചെങ്കിൽ, ഹലോ മനസ്സിലാക്കുന്നു, വചനം ജനമായി തീർന്നവനാണ്. പക്ഷേ എന്നിട്ടും അവൻ പ്രാർത്ഥനയുടെ വ്യക്തി എന്ന് തെളിയിച്ചെങ്കിൽ നിങ്ങൾക്ക് എത്ര വചനമറിയാം എന്നല്ല നിങ്ങൾ തെളിയിക്കേണ്ടത്, നിങ്ങൾക്ക് എത്ര ടാലൻ്റ് ഉണ്ടെന്ന് എന്നല്ല നിങ്ങൾ തെളിയിക്കേണ്ടത്. നിങ്ങളെ സ്വർഗം ഈ ദിവസങ്ങൾ തിരിച്ചറിയട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്ന്.
മനുഷ്യന്റെ മുമ്പിൽ എന്തൊക്കെയോ നമ്മൾ ചെയ്യുവാനും ശ്രദ്ധ പിടിച്ചു പറ്റുവാനോ ഒക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ, മനസ്സിലാക്കുന്നു മക്കളെ? ആരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ? പറ. ദൈവത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ആമേൻ. മത്തായി 7:7 കർത്താവ് പറഞ്ഞു, രഹസ്യത്തിൽ കാണുന്ന എൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ പരസ്യത്തിൽ കാണിക്കുന്ന പ്രാർത്ഥന പരീശന്റെ പ്രാർത്ഥനയാണ്. ഒരിക്കൽ കൂടെ, പരസ്യത്തിൽ കാണിക്കുന്ന പ്രാർത്ഥന കാപട്യത്തിൻ്റെ, കപടഭക്തന്റെ പ്രാർത്ഥനയാണ്. എന്നാൽ സ്തോത്രം, ഇന്ന് പരീശന്മാരാരും ഇവിടെ വന്നിട്ടില്ല, അതിനായി സ്തോത്രം. പകരം ദൈവ മക്കളാണ് വന്നിട്ടുള്ളത്. നിനക്കൊരു പിതാവുണ്ട്, അപ്പനോടാണ് നീ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നീയോ അറയിൽ കടന്ന് വാതിലടച്ച്, എന്ന് പറഞ്ഞാൽ ഫോണെല്ലാം മാറ്റി വെച്ച്, സ്തോത്രം, ഫോണെല്ലാം ആ റൂമിന് പുറത്തേക്ക് വെച്ച്. ഹല്ലേലൂയ. ഇനി ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചാലും സോറി, രാജാവിനോട് ഞാൻ സംസാരിക്കുകയാണ്, എനിക്ക് ഇടങ്കോല ഇടല് എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുടെ സമയം. വീട്ടിലുള്ള എല്ലാവരും അറിയട്ടെ, എൻ്റെ പപ്പയുടെ പ്രാർത്ഥനയുടെ നേരമാണത്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ നേരമാണ്. ഇനി വെടിവെച്ചാൽ പോലും പുള്ളി എണീക്കത്തില്ല, ബോംബ് വീണാൽ പോലും പുള്ളി എണീക്കത്തില്ല. കാരണം അത്ര ശ്രദ്ധാലുവായി, സ്തോത്രം, അതെ, ആരോട് സംസാരിക്കുകയാണ്? ദൈവസന്നിധിയിൽ ദൈവത്തോട് സംസാരിക്കുകയാണ്. സോ അതാണ് പ്രാർത്ഥനയുടെ പ്രാധാന്യം. നിങ്ങൾ എത്രത്തോളം ദൈവത്തിന് നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്ന പല കാര്യങ്ങളിൽ അപൂർവം ചില കാര്യങ്ങൾ ഒന്നാണ് നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത്. ആരും സ്തോത്രം പറയാത്തതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നുള്ളത്. സോ 7 സ്റ്റേറ്റ്മെൻറ്റുകളിൽ കർത്താവ് 3 പ്രാർത്ഥനകളാണ് കഴിച്ചത്. അതിൽ ഒന്നാമത്തെ പ്രാർത്ഥന, ഫാദർ ഫോർഗിവ് ദം, ദേ ഡു നോട്ട് നോ വാട്ട് ടു ഡു. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതൊരു കരുതലിൻ്റെ പ്രാർത്ഥനയാണ്. പ്രെയർ ഓഫ് കൺസേൺ, കരുതലിൻ്റെ പ്രാർത്ഥനയാണ്, കരുതലിൻ്റെ പ്രാർത്ഥന. നമ്പർ 2, രണ്ടാമത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? നീ എന്നെ കൈവിട്ടത് എന്ത്? നീ എന്നെ കൈവിട്ടത് എന്ത്? അതൊരു ചോദ്യമാണ്, അതൊരു പരാതിയുടെ പ്രാർത്ഥനയാണ്. ഇറ്റ്സ് എ പ്രെയർ ഓഫ് കംപ്ലൈൻറ്റ്. അതൊരു പരാതിയുടെ പ്രാർത്ഥനയാണ്. നോർത്ത് ഇന്ത്യയിലെ പല പ്ലാറ്റ്ഫോമുകളിൽ ഈ ദിവസങ്ങളിൽ സ്തോത്രം എത്രയോ 10,000-കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ശുശ്രൂഷിപ്പാൻ ദൈവമനെ അല്ലെങ്കിൽ പ്രസംഗിപ്പാൻ ദൈവനെ ഏൽപ്പിച്ച ഒരു നല്ല ദൂതാണിത്. അതിൻ്റെ അവസാനത്തെ ഒരു സ്തോത്രം ദൂതിൻ്റെ ചെറിയൊരു അപ്പറ്റൈസർ മാത്രമാണ് ഇന്ന് നിങ്ങളോട് പറയുവാൻ തക്കോണം ഞാൻ കൃപയിൽ ശരണപ്പെടുക. കാരണം ഇവിടെ ജയിക്കുന്നെങ്കിൽ മാത്രമേ അവിടെയും ജയിക്കത്തുള്ളൂ. ഹല്ലേലൂയ. സോ കേൾക്കുക, രണ്ടാമത്തെ പ്രാർത്ഥന പരാതിയുടെ പ്രാർത്ഥനയാണ്. വിണ്ണിലിരുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരാരും ദൈവത്തോട് ചോദ്യം ചോദിച്ചില്ല. ഗബ്രിയേലോ മിഖായേലോ ആരും ദൈവത്തോട് ചോദ്യം ചോദിച്ചില്ല. എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് ദൂതന്മാരാരും ചോദിക്കേണ്ടി വന്നില്ല. വിണ്ണിലിരുന്ന ദൂതന്മാർ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ദേ ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദ്യങ്ങളില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്തരം മാത്രമേ ഉള്ളൂ. ഓൾറെഡി ദേ ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. പക്ഷെ മണ്ണിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ചോദ്യങ്ങളുണ്ട്. മണ്ണിലാണ് ചോദ്യം. മണ്ണിൽ ഭൂമിയെ നോക്കിയാണ് ദൈവം ചോദിച്ചത്, ആദാമേ നീ എവിടെ? വേദപുസ്തകത്തിൽ ധാരാളം ചോദ്യങ്ങളുണ്ട്. സോ വിണ്ണിലിരുന്ന ദൈവത്തിൻ്റെ പുത്രൻ മണ്ണിലിറങ്ങി നടന്നപ്പോൾ അവൻ പോലും ചോദിക്കേണ്ടി വന്നു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? അപ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ യേശു കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് ദാസനാകാതെ വേഷത്തിൽ മനുഷ്യനാകാതെ യേശു ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കേണ്ടി വരത്തില്ലായിരുന്നു. മനസ്സിലായോ? ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വേഷത്തിൽ മനുഷ്യനാകാതെ ദാസനാകാതെ ക്രൂശിൽ മരണത്തോളം തന്നെത്താൻ താഴ്ത്താതെ അവൻ സ്വർഗത്തിൽ തന്നെ ഇരുന്നെങ്കിൽ ഈ ചോദ്യം, എൻ്റെ ദൈവമേ നീ എന്നെ പറ എന്നെ കൈവിട്ടതെന്ന് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമല്ല. പക്ഷേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ആ ഇക്വാലിറ്റിയെ വിട്ട് എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ വന്ന് ഈ മണ്ണിൽ നടന്നപ്പോൾ വിണ്ണിലേക്ക് നോക്കി അവൻ ചോദിക്കേണ്ടി വന്നു, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? സോ മണ്ണിൽ ചോദ്യങ്ങളുണ്ട്, വിണ്ണിൽ ഉത്തരങ്ങളുമുണ്ട്. ഒരിക്കൽ കൂടെ, മണ്ണിൽ ചോദ്യങ്ങളുണ്ട്, വിണ്ണിൽ ഉത്തരങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? നിങ്ങൾ എൻജോയ് ചെയ്യുന്നോ? അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തലകുലിക്കുകയും സ്തോത്രം പറയുകയും ഒക്കെ ചെയ്താൽ എനിക്ക് മനസ്സിലാകും നിങ്ങൾ ഈ ക്യാമറയുടെ ആത്മാവല്ല നിങ്ങൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ.
സ്തോത്രം. അതുകൊണ്ട് അതെ, രണ്ടാമത്തെ പ്രാർത്ഥന പ്രയർ ഓഫ് കംപ്ലൈൻറ്റ്, പരാതിയുടെ പ്രാർത്ഥനയാണ്. ഒന്ന് അതെ കരുതലിൻ്റെ പ്രാർത്ഥനയാണ്, രണ്ട് പരാതിയുടെ പ്രാർത്ഥന. മൂന്നാമത്തെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയാണ്. ആ പദം വീണ്ടും വീണ്ടും ഞാൻ പറയും. അതൊരു സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയാണ്, അതൊരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമ്മിറ്റൽ. അത് ഇറ്റ്സ് എ പ്രയർ ഓഫ് കമ്മിറ്റൽ എന്ന് എഴുതിക്കോ, അല്ലെങ്കിൽ സ്തോത്രം അത് ഇംഗ്ലീഷിൽ എഴുതുന്ന പ്രയർ ഓഫ് കമ്മിറ്റൽ, ഒരു സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയാണ്. സമർപ്പണം അല്ലെങ്കിൽ സബ്മിഷൻ, സ്തോത്രം അതെ കീഴടങ്ങൽ. സമർപ്പണം, സബ്മിഷൻ, കീഴടങ്ങൽ. ഹല്ലേലൂയ. സഹോദരി സഹോദരന്മാരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ സത്യമാണ് ദൈവത്തിൻ്റെ മുൻപിൽ കീഴടങ്ങി ജീവിക്കുക എന്നുള്ളത്. അതൊരിക്കലും മറക്കല്ല്. ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ കീഴടങ്ങാതെ നിങ്ങൾക്കൊരിക്കലും ലോകത്തിന് മുൻപിൽ ജയിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ മുൻപിൽ കീഴടങ്ങി ജീവിക്കുന്നവന് മാത്രമേ ലോകത്തിൻ്റെ മുൻപിൽ ദൈവകൃപയാൽ തല ഉയർത്തി ജയത്തോടെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തന്നിഷ്ടം. ഞാൻ പിടിച്ച മുയലിന് എത്ര കൊമ്പ് പറ? ഞാൻ പിടിച്ച നിങ്ങൾ മുയലും കണ്ടിട്ടില്ല, കൊമ്പും കണ്ടിട്ടില്ല. ഒരിക്കൽ കൂടെ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന പോലെ ഇരുന്നാൽ നോവേ, നിങ്ങൾക്ക് ഒരിക്കലും ദൈവമക്കളാകാൻ അവകാശമില്ല. നിങ്ങൾ വേദപുസ്തകം എടുത്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ജയം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ കീഴടങ്ങുന്നതോടെയാണ്. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ മോശയുടെ ആരംഭം നോക്കിയേ. ഞാനാകുന്നു എന്ന് പറഞ്ഞ ഉടനെ ആ കോൺവെർസേഷനിലാണ്, സംഭാഷണത്തിൽ ദൈവം മോശയോട് പറയുന്നു, നിന്റെ കയ്യിൽ എന്തിരിക്കുന്നു? ഒരു വടി, അത് നിലത്തിടുക. നോക്ക്, അതവന് ഇട്ടുകൊടുത്തു. ഇടാതിരുന്നെങ്കിലോ അവൻ്റെ പരിപാടി അതോടെ തീർന്നേനെ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അവൻ ആ വാടിയെ ഇട്ടു. എനിക്ക് മനസ്സിലായത് അവൻ്റെ ജീവിതത്തെ ദൈവകരത്തിൽ ഇട്ടതിന് അടയാളമായിട്ടാണ്, അല്ലേ? സോ അതുകൊണ്ട് എന്തൊക്കെയാണോ നമുക്കുണ്ട് എന്ന് തോന്നുന്നത് അത് കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങ് ഇട്ടുകൊടുക്കുന്നതോടെയാണ് നമ്മുടെ ലേഗസി, നമ്മുടെ ജയം ദൈവകൃപയാൽ ആരംഭിക്കുന്നത്. ഞാനൊരു 18 മണിക്കൂർ യാത്ര ചെയ്താൽ വന്നത് കേട്ടോ. യൂറോപ്പിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നത് പോലെ റിയലി നല്ല വില കൊടുത്താണ് ഞാൻ വന്നത്. ഇന്നലെ രാത്രി ഇറങ്ങിയില്ല. സ്തോത്രം. ഞാൻ വിചാരിച്ച ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, കൊച്ചിയിലാണ് ഇറങ്ങിയത്. ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസലായി. കൊച്ചിയിൽ ഇറങ്ങി. പ്രതീക്ഷിച്ച ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, ആ ട്രെയിൻ 7.5 മണിക്കൂർ ലേറ്റാ. എന്നിട്ട് രണ്ടാമത് വന്ന വേറൊരു ട്രെയിനോ, അത് 40 മിനിറ്റ് ലേറ്റാണ്. സ്തോത്രം. ഇല്ല, ഞാൻ മറ്റേ ഇൻഡോറിൽ നിന്ന് വരുന്ന മറ്റേ വായിൽ കൊള്ളാത്ത പേരുള്ള മറ്റേ ട്രെയിനിലേ ഞാൻ വരത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു നിന്നിരുന്നെങ്കിലേ നാളെ രാവിലെ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇല്ല, ഞാൻ ആ ട്രെയിനിലേ വരത്തുള്ളൂ. എനിക്കറിയാം ഏത് ട്രെയിൻ എങ്ങനെ വരണമെന്ന്. എനിക്കറിയാം ആ ട്രെയിനാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ട്രെയിൻ. എൻ്റെ പ്രോഗ്രാം അതാണ്, മറ്റേ ട്രെയിനാണ് എൻ്റെ ട്രെയിൻ, അതാണ്, ഞാൻ അതേ നടക്കത്തുള്ളൂ എന്ന് പറയുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയും, പോയി പള്ളിയിൽ ചെന്ന് പറ. മനസ്സിലാകുന്നു? അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനമൊന്നും നമ്മളല്ല. ഹല്ലേലൂയ. അല്ല, അത് തലേന്ന് ഹൃദയത്തോയ്ക്ക് ഇങ്ങനെ ഉരുകി ഇറങ്ങട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൻ്റെ നിർണയങ്ങളും തീരുമാനങ്ങളൊന്നും നമ്മളല്ല എടുക്കേണ്ടത്. ലൈഫിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവിതം ദൈവകൃപയിൽ തഴയ്ക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ, നാളെ തോൽക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു ടോട്ടൽ സബ്മിഷനിൽ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ ജയത്തിൻ്റെ കൊടി നമുക്കായി ദൈവകൃപയാൽ ഉയർത്തപ്പെടുന്നത്. യേശു കർത്താവിൻ്റെ സബ്മിഷൻ നോക്കുമ്പോൾ, യേശു കർത്താവിൻ്റെ കീഴടങ്ങൽ നോക്കുമ്പോൾ, ഈവൻ ദോ ഹി വാസ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗാഡ്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാ. ഒറ്റ വാക്ക് പറഞ്ഞാൽ 12-ലധികം ലഗ്യോൻ ദൂതന്മാർ ഇറങ്ങി നിന്ന് അവന് വേണ്ടി ഫൈറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ, അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നതായ സകല രാജാക്കന്മാരെയും നിഗ്രഹിച്ച് സകല മനുഷ്യരെയും കൊന്ന് യേശുവിന് സിംഹാസനം എടുക്കുക. എന്നാൽ യേശു വന്നത് സിംഹാസനത്തിനും ഭദ്രാസനത്തിനും അല്ല. യേശു വന്നത് ആത്മാക്കൾക്ക് വേണ്ടിയാണ്. യേശു വന്നത് നമുക്ക് വേണ്ടിയാണ്. സഹോദരി സഹോദരന്മാരെ, ആത്മാക്കളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെങ്കിൽ അവർ നിഗളത്തിലല്ല ജീവിക്കുന്നത്, അവർ സമർപ്പണത്തിലാണ് ജീവിക്കുന്നത്.
നിഗളത്തിലല്ല ജീവിക്കുന്ന അപ്പോൾ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് നിങ്ങളുടെ സമർപ്പണത്തിലാണ്. ഹല്ലേലൂയ. ഈ സമർപ്പണത്തെ രണ്ടായി ഞാൻ വിഭജിക്കട്ടെ. ഒന്ന്, എർത്തിലി തലത്തിൽ ഭൗമമണ്ഡലത്തിൽ ഭൗതിക ലോകത്തിൽ യേശു കർത്താവ് സബ്മിറ്റ് ചെയ്തിരുന്നു. അതുപോലെ ആത്മമണ്ഡലത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലും ആ സബ്മിഷൻ ഉണ്ടായിരുന്നു. ചില ആൾക്കാർ മേലോട്ട് നോക്കി ഞാൻ ദൈവത്തിൽ മാത്രമേ സമർപ്പിക്കത്തുള്ളൂ. നിനക്കെന്തോ കുഴപ്പമുണ്ട്? നീ ദൈവത്തിൽ സമർപ്പണത്തോടെ ജീവിക്കുന്നവരാണെങ്കിൽ ഈ ഭൂമിയിൽ നിനക്കുള്ള ഉത്തരവാദിത്തങ്ങളിലും നീ സമർപ്പിക്കപ്പെടുവാൻ കടപ്പെട്ടവനാണ്. ഒരു കുരിശ് പോലെ, കൂട്ടായ്മയെക്കുറിച്ചും മറ്റുമൊക്കെ ഞാൻ പറയാറുണ്ട്. ഒരു കുരിശ് പോലെ, കുരിശ് കണ്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തി ആട്ടെ. കുരിശ് ആയി വരല്ല, കുരിശ് കണ്ട് പറയാ. കുരിശ് അത് വേർട്ടിക്കലുണ്ട്, ഹൊറിസോണ്ടലും ഉണ്ട്. എക്സാക്ട്ലി ദ സെയിം തിങ്. സ്തോത്രം. അതെ, കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, സമർപ്പണം എന്ന് പറയുന്നത് വേർട്ടിക്കൽ ദൈവത്തോടുണ്ട്, അതുപോലെ എർത്തിലീലത്തിൽ ഭൗമമണ്ഡലത്തിലുമുണ്ട്. ഭൗമമണ്ഡലത്തിൽ യേശു കർത്താവിൽ വെളിപ്പെട്ടതായ ആ 4 സബ്മിഷൻ പറഞ്ഞ് ആത്മമണ്ഡലത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. സ്തോത്രം. നമ്പർ 1, ലൂക്കോസ് 2:21 വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 2:21 വായിക്കുമ്പോൾ, സ്തോത്രം, സെറിമോണികൾ അല്ലെങ്കിൽ സ്തോത്രം ഗുഡ് ട്രഡീഷൻസിന്, നല്ല പാരമ്പര്യങ്ങൾക്ക് കർത്താവ് കീഴ്പ്പെട്ടിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ലൂക്കോസ് സുവിശേഷം 2:21 പരിച്ഛേദന കഴിപ്പാനുള്ള, വായിച്ചാട്ടെ, പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേർ വിളിച്ചു. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ. ഇതെവിടെയാണ് നടക്കുന്നത്? യെരുശലേം ദേവാലയത്തിൽ 8ാം നാളിലാണ് പരിച്ഛേദന. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? 8ാം നാളിലാണ് പരിച്ഛേദന. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് 3rd സർവീസിൻ്റെ ടൈമിന് വെബ് സ്ട്രീം ഒന്നും ഇല്ലെങ്കിലും നമ്മളെന്ത് ചെയ്യും? സ്തോത്രം. അതെ, പിള്ളേർക്ക് പാരൻസ് പറയുന്നതായ പേര് വിളിക്കുന്നത് പോലെ അവന് യേശു എന്ന പേര് വിളിച്ചത് എവിടെ വെച്ചായിരുന്നു? 8ാം നാളിൽ ദേവാലയത്തിൽ വെച്ചാണ്. അപ്പോൾ ആ ട്രഡീഷന്, ആ നല്ല പാരമ്പര്യത്തിന്, എല്ലാവരും പറഞ്ഞ മക്കളെ എന്തോ പാരമ്പര്യമാണ്? നല്ല പാരമ്പര്യം. ശബ്ദം ഉയർത്തി പറഞ്ഞ എന്താ പാരമ്പര്യമാണ്? ആ നല്ല പാരമ്പര്യത്തിന് കർത്താവ് കീഴടങ്ങിയിരുന്നു. ഇതുപോലെ ദൈവകൃപയാൽ ക്രിസ്തീയ ജീവിതത്തിന് ഒരു പാരമ്പര്യമുണ്ട്. ക്രിസ്തീയ ശുശ്രൂഷകൾക്ക്, ക്രിസ്തീയ കുടുംബങ്ങൾക്ക് ഒരു പാരമ്പര്യമുണ്ട്. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഈ മുന്നിലിരിക്കുന്ന, ഈ ബഹളം ഉണ്ടാക്കുന്ന, ഈ കയ്യിൽ സ്തോത്രം ചിത്രം വരയ്ക്കുന്ന, ആ ബുക്കിൽ മൈക്കലോ എഞ്ചലോ ആകാൻ ശ്രമിക്കുന്ന ഈ പ്രായത്തിലുള്ള ഈ പിള്ളേരുടെ പ്രായത്തിൽ ഞാനായിരുന്നപ്പോൾ സ്തോത്രം, അതെ, CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, CSIയുടെ പാരമ്പര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. അപ്പോൾ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ പാരമ്പര്യമാണ് CSIക്കുള്ളത്. സ്തോത്രം. ആംഗ്ലിക്കൻ ചർച്ച് മിഷണർമാർ കൊടുത്തിട്ടുള്ള ഒരു അമേസിങ് പാരമ്പര്യമാണ് സ്തോത്രം അവർക്കുള്ളത്. അതും നല്ല പാരമ്പര്യമാണ്. റിയലി പാരമ്പര്യത്തിന് 2 വശമുണ്ട്. നല്ല വശമുണ്ട്, കെട്ട വശമുണ്ട്. ഞാൻ പറയുന്നത് നല്ല പാരമ്പര്യമാണ്. ആ നല്ല പാരമ്പര്യം എന്ന് പറഞ്ഞാൽ 5:30 മണിയാകുമ്പോൾ സ്തോത്രം ഉണർന്നിരിക്കണം. സുരേഷ് എന്ന് മമ്മി വിളിച്ച് സ്തോത്രം 5:30 മണിയാകുമ്പോൾ എന്ത് ചെയ്യണം? ഉണർന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ബോംബ്, മിസൈൽ എന്ന വേഗതയിൽ പല സാധനങ്ങൾ ജീവിതത്തിൽ അല്ല ശരീരത്തിൽ വന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. സ്തോത്രം മക്കളെ. അപ്പോൾ രാവിലെ 5:30 മണിയാകുമ്പോൾ എന്തോട്ട്? കുടുംബ പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കുറച്ച് സ്തോത്രം വേദപുസ്തകം വായിക്കണം. മേ ബി ഏതെങ്കിലും ഒരു സങ്കീർത്തനമായിരിക്കും, പുതിയ നിയമത്തിൻ്റെ ഒരു അധ്യായമായിരിക്കും, അത് വായിക്കണം. നല്ല പാരമ്പര്യമല്ലേ? എന്താ ഇങ്ങനെ കാഴ്ച ബംഗ്ലാവിൽ പോയിരുന്ന് കുരങ്ങനെ നോക്കുന്ന പോലെ എന്നെങ്ങനെ നോക്കിയിരിക്കുന്ന കേട്ടവരെല്ലാം നല്ല പാരമ്പര്യം നോക്കി ആമേൻ പറഞ്ഞേ. നല്ല പാരമ്പര്യം, നല്ല പാരമ്പര്യം. ഇനി വൈകുന്നേരമാകുമ്പോഴോ സന്ധ്യകാലമായി തായൻ ബന്ധുവായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൂരിപക്ഷ ആൾക്കാർക്ക് ബന്ധുവായില്ല, ശത്രുവാകുന്ന പോലെ. അപ്പോൾ സന്ധ്യ മയങ്ങുന്ന സമയത്ത് അതേ സന്ധ്യാപ്രാർത്ഥനയുണ്ട്. ആ സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കുട്ടി കൺവെൻഷൻ പോലെയാണ് ചില വലിയ കൂട്ടുകുടുംബങ്ങൾക്ക്. കരങ്ങളൊക്കെ അടിച്ച് നമുക്ക് ഭയം ദൈവമത്രേ മനുഷ്യ ഭയം എന്നൊക്കെ പാട്ടൊക്കെ പാടി. അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർക്ക് വളരെ നന്നായിട്ടറിയാം അത് ക്രിസ്ത്യാനികളെ വീടാണ്. ഇന്ന് നാട്ടുകാരറിയുന്നത് ആ വീട്ടിൽ സീരിയലിൻ്റെ വീടാണ്. കാരണം അവിടെ TV ഉണ്ട്. പക്ഷെ പണ്ടത്തെ പാരമ്പര്യം അങ്ങനെയല്ല. സ്തോത്രം. വൈകുന്നേരത്ത് അതേ കുടുംബ പ്രാർത്ഥനയുണ്ട്. നല്ല ട്രഡീഷൻ. സാറ്റർഡേ ആണെങ്കിൽ ബാലജന സഖ്യമാണ്. സൺഡേ ആണെങ്കിൽ രാവിലെ അതേ ആരാധനയാണ്. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ സൺഡേ സ്കൂളാണ്. അത് കഴിഞ്ഞിട്ട് CYF ആണ്. നോക്കണമേ, ഈ പാരമ്പര്യത്തിലാണ് വന്നത്. സ്തോത്രം. ഞാൻ ദൈവകൃപയാൽ പറയട്ടെ, കുടുംബ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും നല്ല പാരമ്പര്യം. ഞാൻ പോവാ.
രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥന നല്ല പാരമ്പര്യം, സൺഡേ സ്കൂൾ നല്ല പാരമ്പര്യം, യൂത്ത് മീറ്റിംഗ് നല്ല പാരമ്പര്യം, വചനം കാണാതെ പഠിക്കുന്നത് നല്ല പാരമ്പര്യം. ഹല്ലേലൂയ. ആ നല്ല പാരമ്പര്യത്തിലാണ് പിള്ളേര് സ്തോത്രം ദൈവകൃപയാൽ വളർത്തപ്പെടുന്നത്. നല്ല പാരമ്പര്യത്തിലാണ് അബ്രഹാം ഇസഹാക്കിനെ വളർത്തിയത്, ഇസഹാക്ക് യാക്കോബിനെ വളർത്തിയത്, യാക്കോബിൻ്റെ വീട്ടിൽ യോസെഫ് വളർന്നത്. സ്തോത്രം. സെയിം മാനർ അത് തന്നെയായിരുന്നു യേശുവിന് ലഭിച്ചത്. നല്ലൊരു കുടുംബത്തിലാണ് യേശു ജനിച്ചത്. അവരുടെ നസ്രയത്തിലാണ് യേശുവിൻ്റെ അതേ യോസെഫ് മറിയം താമസിച്ചതെങ്കിലും നസ്രയത്തിൽ നിന്ന് 190 മറ്റോ കിലോമീറ്റർ യാത്ര ചെയ്ത്, അന്ന് ഇതുപോലെ വണ്ടിയും വെള്ളമൊന്നും ഇല്ല, അന്ന് ഇതുപോലെ വലിയ വാഹനങ്ങളില്ല, ഇത്രയും ദീർഘദൂരം യാത്ര ചെയ്ത് അവർ യെരൂശലേമിൽ എല്ലാ വർഷവും വരുമായിരുന്നു. പള്ളിയിൽ പോകുന്ന, പെരുന്നാളിന് പോകുന്ന ഒരു റിലീജിയസ്, ഒരു ഭക്തിയുള്ള ഒരു കുടുംബത്തിലായിരുന്നു അവർ ജനിച്ച് വളർത്തപ്പെട്ടത്. യേശു കർത്താവ് ജനിച്ച് വളർത്തപ്പെട്ടത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം നല്ല പാരമ്പര്യങ്ങൾക്ക് കർത്താവ് എന്ത് ചെയ്തു? കീഴടങ്ങിയിരുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, നിങ്ങൾ നന്നാകാൻ, നിങ്ങളുടെ മക്കളെ വളർത്തുവാൻ അതേ നല്ല പാരമ്പര്യങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. അതിന് കീഴടങ്ങണം. എല്ലാ ദിവസവും സ്തോത്രം കുഞ്ഞുങ്ങൾക്ക് നോക്ക് മക്കളെ, എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് മുട്ടായി മേടിച്ചു കൊടുക്കണം, ഐസ്ക്രീം മേടിച്ചു കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാ ദിവസവും ബൈബിൾ വാക്യം കാണാതെ പറഞ്ഞു കൊടുക്കണം, കാണാതെ പറയണം. ആരെങ്കിലും വേണമെങ്കിൽ എഴുതിയോ, ബൈബിൾ ലവേഴ്സ് കലണ്ടർ എഴുതിയെടുത്തോ. ബൈബിൾ ലവേഴ്സ് കലണ്ടർ, ബൈബിൾ ലവേഴ്സ് കലണ്ടർ GLS-ലോ CLS-ലോ ഒക്കെ വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഇല്ലെങ്കിൽ സ്തോത്രം കുട്ടി കുട്ടി വാക്യങ്ങളുടെ സമാഹാരം ഈ കാലത്ത് ഇൻ്റർനെറ്റിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. ചെറിയ ചെറിയ വാക്യങ്ങൾ. ആ വാക്യം സ്തോത്രം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ലഭിക്കും. മിക്കവാറും കുട്ടികൾ ഇംഗ്ലീഷിലാണല്ലോ. സ്തോത്രം. അതുകൊണ്ട് ബൂസ്റ്റ് ഈസ് എ സീക്രട്ട്, ഹോർലിക്സ് ഈസ് എ സീക്രട്ട്, ഓവൽറ്റീൻ ഈസ് എ സീക്രട്ട്, കോംപ്ലാൻ ഈസ് എ സീക്രട്ട് എന്നൊന്നും പറയാതെ ദൈവവചനം എന്ന നല്ല പാരമ്പര്യത്തിൽ കുട്ടികൾ ജനിച്ചു വളർത്തപ്പെടട്ടെ. അപ്പോൾ യേശു കർത്താവ് സബ്മിറ്റ് ചെയ്യപ്പെട്ടത് 8-ാം നാളിൽ കൊണ്ടുപോയി പരിച്ഛേദന ചെയ്തു. ഹേ, അബ്രഹാമിനെ ഞാനല്ലയോ പരിച്ഛേദന പറഞ്ഞു കൊടുത്തത്, ഞാൻ നിന്റെ പരിച്ഛേദന ചെയ്യണം എന്ന് കർത്താവ് പറഞ്ഞില്ല. യേശുവിൻ്റെ താഴ്മ നോക്ക്. 8-ാം നാളിൽ അവൻ പരിച്ഛേദനയ്ക്ക് വേണ്ടി പിതാവായ ദൈവം അവനെ ഇൻസിസ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ആ വഴിക്കാണ് ദൈവം അവരെ നടത്തിയത്. നിങ്ങളെ നല്ല പാരമ്പര്യത്തിൽ ദൈവം നടത്തുമാറാകട്ടെ. നിങ്ങളുടെ വീടിനെ കണ്ട് ബന്ധുക്കൾ പഠിക്കട്ടെ, നിങ്ങളുടെ വീടിനെ കണ്ട് അയൽവാസികൾ കോപ്പി അടിക്കട്ടെ, നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ പറയട്ടെ, നീ ഞങ്ങൾക്കൊരു വഴികാട്ടിയാണ്, നീ ഞങ്ങൾക്കൊരു മാതൃകയാണ്. നമ്പർ 2, രണ്ടാമത് സ്തോത്രം, അവൻ പാരൻസിന് കീഴടങ്ങിയിരുന്നു. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലൂക്കോസ് 2:49 മുതൽ 51 വരെ. ലൂക്കോസ് 2:49-51 യേശുവിൻ്റെ സബ്മിഷനാണ് ഞാൻ പറയുന്നത്. ലൂക്കോസ് 2:49 മുതൽ താഴേക്ക് ശബ്ദമുയർത്തി വായിക്കുക. അവൻ അവരോട്, എന്നെ തിരിഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. 51 വാക്യം. പിന്നെ അവരോട് കൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് എന്ന് പറഞ്ഞാൽ യോസെഫിൻ്റെ മറിയയ്ക്കും മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അടുത്തിരിക്കുന്നതിൻ്റെ തൊട്ട് ഒന്ന് പറഞ്ഞാട്ടെ, യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങി. പറഞ്ഞേ, യേശു മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു? കീഴടങ്ങി. 12 വയസ്സാണ് പ്രായം. 12 വയസ്സ് ടീനേജിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. ടീനേജിലേക്ക് പ്രവേശിക്കുന്ന അതേ 12 വയസ്സായപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ ചുറ്റിക്കളിയൊന്നും ഇല്ലാതെ അവനറിയാം, ഞാൻ മണ്ണിൻ്റെ സന്തതിയല്ല, ഞാൻ വിണ്ണിൻ്റെ സന്തതിയാണ്. മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. സ്തോത്രം. ഈ ചൊട്ടയിലെ അറിയാം ആ ശീലം എന്നതുപോലെ ആ ചെറുപ്പത്തിലെ അറിയാം അവൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്ന്. മാതാപിതാക്കൾക്ക് അവൻ കീഴടങ്ങിയിരുന്നു. സഹോദരി സഹോദരന്മാരെ, ഇന്നും നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും, നിങ്ങൾ എത്ര പാരൻസിനേക്കാൾ സ്കില്ലുള്ളവരാണെങ്കിലും, ടാലൻ്റ് ഉള്ളവരാണെങ്കിലും, പാരൻസിനേക്കാൾ ബുദ്ധിയുള്ളവരാണെങ്കിലും, പാരൻസിനേക്കാൾ എന്തൊക്കെ ഉള്ളവരാണെങ്കിലും, ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, വാഗ്ദത്തത്തോടു കൂടിയ കൽപ്പനയാണ് സ്തോത്രം അപ്പനെയും അമ്മയും അനുസരിക്കുക എന്ന് പറയുന്നത്. വാഗ്ദത്തത്തോടു കൂടിയ കൽപ്പനയാണ് അപ്പനെയും അമ്മയും അനുസരിക്കുക എന്ന് പറയുന്നത്. അവരുടെ ഹൃദയങ്ങളെ തകർക്കാതെ, അവരെ ചോദ്യം ചെയ്യാതെ, അവരെ നേരെ വിരൽ ചൂണ്ടാതെ, ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം അതെ കർത്താവിൽ അവർ കീഴ്പ്പെടുക. എഫെസ്യ ലേഖനത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് ഇങ്ങനെയാണ് മോഡിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നത്, കർത്താവിൽ അനുസരിക്കുക. എന്താ കർത്താവിൽ അനുസരിക്കുക? പഴയ നിയമത്തിൽ പറഞ്ഞു അനുസരിക്കുക.
പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവിൽ അനുസരിക്കുക. എന്താ എഫേസ്യ സഭയോട് കർത്താവിൽ അനുസരിക്കുക എന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക. സ്തോത്രം. അതെ, പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ജാതികളുടെ നടുവിലാണ് എഫെസോസിലെ സഭയായിരിക്കുന്നത്. അവിടെ പാരൻസ് വിശ്വാസികളല്ല, പലരും പാരൻസ് വിശ്വാസികളല്ല. അപ്പോൾ അവിടെ മാതാപിതാക്കൾ പറയുന്ന പോലെ നിങ്ങൾ അനുസരിച്ചോ എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാവരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന് സ്നാനപ്പെട്ട ദൈവകൃപയിലായിരിക്കണമെന്നില്ല. അപ്പോൾ അവിടെ പ്രാധാന്യം നൽകുന്നത് ഒന്ന് കർത്താവിന്, രണ്ട് മാതാപിതാക്കൾക്ക്. മനസ്സിലാകുന്നു? ഒന്ന് കർത്താവിന്, രണ്ട് മാതാപിതാക്കൾക്ക്. സകല നാമത്തിന് മേലായ നാമം ഏത് നാമം? യേശുവിൻ്റെ നാമമാണ്, മാതാപിതാക്കളല്ല. അപ്പോൾ കർത്താവിൽ അവരെ അനുസരിക്കുക. സ്തോത്രം. നമ്മുടെ ഇടയിലുള്ളതായ ചില പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ സ്നാനത്തെ എതിർത്തു, സ്നാനപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയപ്പോഴും മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കാതെ കർത്താവ് പറഞ്ഞത് കേട്ട് വന്ന് സ്നാനപ്പെട്ട ദൈവമക്കളുണ്ട്. പിന്നത്തെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ വരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതാണ് കർത്താവിൽ അനുസരിക്കുക. ശബ്ദമുയർത്തി പറഞ്ഞ എന്താ സംഭവിച്ചേ? കർത്താവിൽ അനുസരിക്കുക. സ്തോത്രം. ഇവിടെ യേശു കർത്താവ് കീഴടങ്ങിയത്. രണ്ടാമത് പാരൻസിന് കർത്താവ് കീഴടങ്ങിയിരുന്നു. മൂന്നാമത് സ്പിരിച്വൽ അതോറിറ്റിക്ക്, ആത്മീയ നേതൃത്വത്തിന് യേശു കർത്താവ് കീഴടങ്ങി. ഷോക്കിംഗ് ആണ്. ആത്മീയ നേതൃത്വത്തിന് യേശു കർത്താവ് കീഴടങ്ങി. എങ്ങനെ പറയാൻ കഴിയും? മത്തായി സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യം. മത്തായി സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യം. ഇപ്പോൾ ഇതാ തണുത്ത യോർദാന്റെ തണുത്ത വെള്ളത്തിൽ യേശു കർത്താവ് ഇറങ്ങുമ്പോൾ അവിടെ ഇതാ സ്തോത്രം, സ്നാപക യോഹന്നാൻ യേശുവിനെ തടയുകയാണ്. അയ്യോ, നിന്നാൽ എനിക്ക് സ്നാനമേൽക്കേണ്ടത് ആവശ്യം, നിന്നാൽ എനിക്ക് സ്നാനമേൽക്കണം എന്ന് യോഹന്നാൻ സ്നാപകൻ പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നു. യേശു അവനോട് വായിച്ച് 15-ാം വാക്യം, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നറിയവൻ അവനെ സമ്മതിച്ചു. അപ്പൊ യോഹന്നാന്റെ കൈക്കീഴിൽ സ്തോത്രം യേശു കർത്താവ് എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. കേൾക്കണം, യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ടു. അടുത്ത് പറയുന്ന സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾ സ്തോത്രം പറയും. സ്തോത്രം. ഇത്രയും പറഞ്ഞിട്ട് സ്തോത്രം പറയാത്തതുകൊണ്ട് അടുത്ത സെന്റൻസ് പറയുമ്പോൾ സ്തോത്രം പറയും. അടുത്ത പറയുന്ന സെന്റൻസ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ കൈക്കീഴിൽ സൃഷ്ടാവ് സ്നാനപ്പെട്ടു. കേട്ടോ, അതാണ് സ്പിരിച്വൽ അതോറിറ്റി. സൃഷ്ടിയാകുന്ന യോഹന്നാന്റെ കീഴിൽ യേശു കർത്താവ് സ്നാനപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വരവുണ്ടെങ്കിലും, എത്ര താരന്തുണ്ടെങ്കിലും, നിങ്ങൾ എത്ര വലിയ വണ്ടർഫുൾ പേഴ്സൺ എന്ന് നമുക്ക് തോന്നിയാൽ, നാട്ടുകാർക്ക് വന്നിട്ടില്ല, നമുക്ക് ഇടയ്ക്കിടെ തോന്നിയാൽ വേദപുസ്തകം പറയുന്നു എന്ത് ചെയ്യുന്നു? സ്തോത്രം. സ്പിരിച്വൽ അതോറിറ്റിക്ക് എന്ത് ചെയ്യുന്നു? കീഴടങ്ങിയിരിക്കുന്നു. സ്പിരിച്വൽ അതോറിറ്റിക്ക് ഭയങ്കര പ്രാധാന്യം ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. സ്തോത്രം. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പാസ്റ്ററെ നമുക്കറിയാം, നമുക്ക് ആർക്കും ഇഷ്ടമല്ല. എനിക്ക് ആ പുള്ളിയെ ഭയങ്കര ദേഷ്യമാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഏലി പുരോഹിതൻ. ഏലിയെ നമുക്ക് ഇഷ്ടമല്ല അല്ലേ? സ്തോത്രം പറ മക്കളെ. ശമൂവേൽ വളർന്ന ആ ദേവാലയത്തിലെ ഏലിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? കണ്ടുപൊട്ടാൻ വചനമില്ലായിരുന്നു, ദർശനമില്ലായിരുന്നു. ദേവാലയത്തിലെ ആ കതിര വിളക്ക് അണച്ചു കളയും. ഒരിക്കലും അണയ്ക്കാൻ പാടില്ലാത്തതാ. എത്ര വലിയ അപ്പോസ്റ്റസിയ, എത്ര വലിയ വിശ്വാസത്യാഗ്യം. ആ മനുഷ്യനെ എനിക്ക് അല്പം ഇഷ്ടമല്ല, റിയലി. ഏലിയെ എനിക്കിഷ്ടമല്ല. പക്ഷേ ശമൂവേലിനോട് ദൈവം സംസാരിച്ചത് ശമൂവേലിനോട് ദൈവം സംസാരിച്ച തത്തയുടെയോ കുയിലിൻ്റെയോ ശബ്ദത്തിലല്ല. ദൈവം സ്തോത്രം രാത്രിയിൽ ശമൂവേലിനോട് സംസാരിച്ചത് ഏലിയുടെ ശബ്ദത്തിലാണ്. ആരും എന്നെ തുറച്ചു നോക്കി, അത് മനസ്സിലായല്ലോ ബ്രദറെ. അതുകൊണ്ടാണ് രാത്രിയിൽ ചെറുക്കൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കലേക്ക് ചെന്ന് ചോദിച്ചത്, നീ എന്നെ വിളിച്ചോ? ഏലിയുടെ ശബ്ദത്തിൽ ദൈവം സംസാരിച്ചത് കൊണ്ടാണ് ചെറുക്കൻ ചോദിച്ചത്, നീ എന്നെ വിളിച്ചോ? ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ക്രൈസ്റ്റ് സെൻ്ററിനെ നോക്കിയല്ല, വെബ് സ്ട്രീമിൽ ഒത്തിരി പേരുണ്ടല്ലോ. ഞാൻ പറയട്ടെ, സ്തോത്രം. ദൈവകൃപയാൽ ഇവിടെ എല്ലാവരും വളരെ അനുസരണത്തിലാണ്. റിയലി ഞാൻ കളിയാക്കിയല്ല പറയുന്നത്. ഐ എം സോ 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 ഹാപ്പി, സോ ഗ്ലാഡ്. നിങ്ങളെ എനിക്ക് കിട്ടിയത് എനിക്കൊരു അനുഗ്രഹം. എന്നെ കിട്ടിയത് നിങ്ങൾക്ക് അനുഗ്രഹമല്ലേ മക്കളെ? അപ്പോൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിന് പ്രാധാന്യമുണ്ട്. ഏലി ഇംപെർഫെക്റ്റ് ആയിരിക്കാം, പക്ഷെ അവൻ്റെ ശബ്ദത്തിൽ ദൈവം സംസാരിച്ചു. വീണ്ടും യോഹന്നാൻ സ്നാപകൻ ഇംപെർഫെക്റ്റ് ആയിരിക്കാം, പക്ഷെ എന്നിട്ടും അവൻ്റെ കീഴിൽ കർത്താവ് സ്നാനമേറ്റു. ഓ ഹല്ലേലൂയ, ഹെൽപ്പ് us a lot. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില ദൈവദാസന്മാർ ഹോസ്റ്റ് ചെയ്യുന്നവർ
പല 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 മൈനസസ് കാണാറുണ്ട്. അയ്യോ ഇങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് എന്നൊക്കെ തോന്നിയാലും ആ ഇംപെർഫെക്ഷൻ്റെ നടുവിൽ പെർഫെക്റ്റായ ദൈവകൃപയെ വെളിപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് ആ സ്പിരിച്വൽ അതോറിറ്റിക്ക്, ആത്മീയ നേതൃത്വത്തിന് കർത്താവ് കീഴടങ്ങിയിരുന്നു. സ്തോത്രം. നാലാമതായി എനിക്ക് പറയാനുള്ളത് ലോസ് ഓഫ് ദ കൺട്രി. രാജ്യത്തിന് നിയമത്തിന് കർത്താവ് കീഴടങ്ങിയിരുന്നു. രാജ്യത്തിൻ്റെ നിയമത്തിന് യേശു കർത്താവ് കീഴടങ്ങിയിരുന്നു. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞേ. രാജ്യത്തിൻ്റെ നിയമത്തിന് യേശു കർത്താവ് എന്ത് ചെയ്തു? കീഴടങ്ങിയിരുന്നു. ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് ക്രിസ്ത്യൻ മിഷണറിമാർ എവിടെയാണോ കടന്നുപോയത്, അത് ഇന്ത്യ ആകട്ടെ, ആഫ്രിക്ക ആകട്ടെ, ലോകത്തിൽ സ്തോത്രം എവിടെ കടന്നുപോയാലും അവിടുത്തെ രാജ്യത്തിന് ക്രിസ്തീയ മിഷണറിമാരും ക്രിസ്ത്യൻ വർക്കേഴ്സും ഒരിക്കൽ പോലും അവിടുത്തെ ഗവൺമെൻറ്റിന് തലവേദന ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഇത് സ്നേഹത്തിൻ്റെ പുസ്തകമാണ്, ഇത് ഐക്യതയുടെ പുസ്തകമാണ്. ഹല്ലേലൂയ. എന്നാൽ അതേ സമയത്ത് വേറെ ചില മതക്കാർ സ്തോത്രം അമേരിക്ക, യൂറോപ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കടന്നുപോയി ഹമാസിനെ കീജയി വിളിച്ച് സ്തോത്രം യഹൂദന്മാരെ തല്ലി, യഹൂദ കുഞ്ഞുങ്ങളുടെ സ്തോത്രം തലയെ പൊട്ടിച്ച് അവരെ ഉപദ്രവിച്ച് ഒക്കെ ആക്കുന്നത് കൊണ്ടാണ് കൊലകൊലാ മുന്തിരിങ്ങ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇതാ സ്തോത്രം സ്വന്തം ദേശത്തേക്ക് ട്രംപ് അതെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ദേശത്തേക്ക് ഇറക്കുമതി, കയറ്റുമതി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഏത് ദേശത്തു നിന്നാണോ പോയത് അവിടേക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടിരിക്കുന്നത്. സ്തോത്രം. അത് മനസ്സിലാക്കുക. ഒരു വീട്ടിൽ നിങ്ങൾ കയറി ചെന്നാൽ ആ വീടിന് നിങ്ങൾ അനുഗ്രഹമായിരിക്കണം. ഒരു ഓഫീസിൽ നിങ്ങൾ പോയാൽ ആ ഓഫീസിൽ ജോലി കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്താൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിന് നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. ഒരു ചർച്ചിൽ നിങ്ങൾ വന്നാൽ ആ ചർച്ചിന് നിങ്ങൾ അനുഗ്രഹമാണ്. നമ്മൾ കണക്ട് ചെയ്താൽ നമ്മൾ പരസ്പരം അനുഗ്രഹമാണ്. കാര്യമെന്ത്? നമ്മൾ ചുമക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു രാജ്യത്തെ തകിടം മറിക്കുന്നതോ അവിടെ കലാപമുണ്ടാക്കുന്നതോ അവിടെ ജനത്തെ തമ്മിലടിക്കുന്നതോ അവിടുത്തെ ആൾക്കാരെ സ്തോത്രം അതേ തീവ്രവാദികളാക്കി തീർക്കുന്നതോ ഒരിക്കലും ക്രൈസ്തവ മാർഗം അല്ല. വേദപുസ്തകം ബൈബിൾ വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ ദൈവപൈതലാണെങ്കിൽ അവനൊരിക്കലും സ്തോത്രം ആയുധമത് എടുത്ത് ഒരു ഗവൺമെൻറ്റിനെതിരെയോ ഒരു വിഭാഗത്തിനെതിരെയോ പൊരുതുവാൻ കഴിയത്തില്ല. കാരണം കർത്താവ് അവതരിപ്പിച്ചതായി ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ്? ഒരു ചകിട അടിച്ചാൽ മറ്റേ ചകിട കാണിച്ചു കൊടുക്കുക. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴടങ്ങണം എന്നുള്ളത് ദൈവവചനത്തിൽ യേശു കർത്താവ് കാണിച്ച മാതൃകയാണ്. മത്തായി സുവിശേഷം 17-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 17-ാം അധ്യായം 24 മുതൽ വായിച്ചാട്ടെ. അവർ കഫർനഹൂമിൽ എത്തിയാറെ പണം വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ ഗുരു ദ്രിബ്ധമ പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ് എന്ന് അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശുവിനോട്, ശിമോനേ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യന്മാരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു. യേശുവിനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലയോ? എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കാണുന്ന മീനിനെ എടുക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുദ്രഹ്മ പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതെ, സ്തോത്രം. തിരുവചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു പത്രോസിനും തനിക്ക് വേണ്ടി ടാക്സ് കൊടുത്തു എന്ന്. രാജ്യത്തിൻ്റെ നിയമം യേശു കർത്താവ് അനുസരിച്ചു എന്ന്. ബ്യൂട്ടിഫുൾ. ഒരിക്കൽ കൂടെ, ഇന്ത്യയുടെ നിയമം ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യണം മക്കളെ? പറ, അനുസരിക്കണം. ഇന്ത്യൻ നിയമം സ്തോത്രം ക്രിസ്ത്യാനികളാകുന്ന നിങ്ങളെ ഞാനും ദൈവകൃപയാൽ അനുസരിക്കണം. ഇന്ത്യ ഗവൺമെൻറ്റിന് നമ്മൾ ടാക്സ് കൊടുക്കണം. ഈ വീടാകുന്ന അല്ലെങ്കിൽ ഈ ഭവനമാകുന്ന ഈ രാജ്യത്തിലാണ് നാം പാർക്കുന്നത്. അമേരിക്കയിൽ 30% ടാക്സ് ആണ്. അത്രയൊന്നും ടാക്സ് നമുക്കിവിടെ ഇല്ലല്ലോ. അതിനായി സ്തോത്രം. അപ്പോൾ നോക്കണമേ, അപ്പോൾ ടാക്സ് കൊടുക്കണം. ടാക്സ് വെട്ടിക്കുന്നവനല്ല ക്രിസ്ത്യാനി, ടാക്സ് കൊടുക്കുന്നവനാണ് ക്രിസ്ത്യാനി. ഞാനൊക്കെ കൃത്യമായി ടാക്സ് കൊടുത്ത് ജീവിക്കുന്നവരാണ് വർഷങ്ങളായിട്ട്. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞാണ്ട്. കാരണം സ്തോത്രം, ജീവിതം എന്ന് പറയുന്നത് പ്രസംഗത്തെക്കാൾ ഉത്തമമായ മാതൃകയാണ്.
അപ്പോൾ യേശു കർത്താവ് ടാക്സ് കൊടുത്തു. അവിടെ അതെ, പത്രോസിനും യേശുവിന് വേണ്ടി മാത്രമാണ് ടാക്സ് കൊടുത്തത് എന്നാണ് ഈ വാക്യത്തിൽ 27-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്നാണ് ലാസ്റ്റ് ലൈനിൽ നമ്മൾ വായിക്കുന്നത്. എനിക്കും നിനക്കും. കർത്താവ് പറയുകയാണ്, പത്രോസ് എനിക്കും നിനക്കും വേണ്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? സ്തോത്രം, മനസ്സിലാക്കണം. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായിരുന്നു അന്ന് ടാക്സ് കൊടുക്കേണ്ടത്. ആ 13 പേരിൽ 12 ശിഷ്യന്മാരും കർത്താവും, ആ 13 പേരിൽ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളത് യേശു കർത്താവും പത്രോസും മാത്രമേ ഉള്ളൂ. ഏറ്റവും മൂത്തവൻ 12 ശിഷ്യന്മാരിൽ ഏറ്റവും മൂത്തവൻ പത്രോസാണ്. അപ്പം നിങ്ങൾ പറ, ഏറ്റവും ഇളയവനാരായിരുന്നു? യോഹന്നാനായിരുന്നു. സ്തോത്രം. പത്രോസ് അതെ യേശു കർത്താവുമായി കൂട്ടിമുട്ടുമ്പോൾ അല്ലെങ്കിൽ കണ്ടുമുട്ടുമ്പോൾ ഓവർ 30 ആയിരുന്നു, നിശ്ചയം ഓവർ 30 ആയിരുന്നു. പക്ഷേ യോഹന്നാൻ കണ്ടുമുട്ടുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു 17 വയസ്സായിരുന്നു യോഹന്നാൻ. ബ്യൂട്ടിഫുൾ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ കറകൾ മാലിന്യം പുരളുന്നതിന് മുൻപേ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിനെ കമാൻ കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ. സ്വരാജ്യത്തിൻ്റെ നിയമത്തിന് കർത്താവ് കീഴടങ്ങിയിരുന്നു. സ്തോത്രം. അത് കീഴടങ്ങുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമർപ്പണം എന്ന് പറയുന്നത് അതൊരു സൗന്ദര്യമാണ്. എഴുതിയെടുത്താട്ടെ. സമർപ്പണം എന്ന് പറയുന്നത് ദൈവത്തിന് മുൻപിൽ ഒരു സൗന്ദര്യമാണ്. സമർപ്പണം എന്ന് പറയുന്നത് ഒരു സൗന്ദര്യമാണ്. ഹല്ലേലൂയ. ബെസ്റ്റ് എക്സാമ്പിൾ എസ്തേർ. അനുസരണക്കേടെന്ന് പറയുന്നത് അഭംഗിയാണ്. എഴുതിയെടുത്താട്ടെ. അനുസരണക്കേടെന്ന് പറയുന്നത് എന്താണ്? അഭംഗിയാണ്. ബെസ്റ്റ് എക്സാമ്പിൾ വസ്തി. ബെസ്റ്റ് എക്സാമ്പിൾ വസ്തി. ഹല്ലേലൂയ. രാജാവ് അവളുടെ സൗന്ദര്യത്തെ ആഗ്രഹിച്ചില്ല. സ്തോത്രം. വസ്തി ആ സ്ഥാനത്ത് നിന്ന് പുറത്തായി. കാര്യം എന്താണ്? അവൾ അനുസരിച്ചില്ല. ഹല്ലേലൂയ. എന്നാൽ അനുസരിക്കുന്നത് യാഗത്തെക്കാളും, ബാക്കി പറഞ്ഞേ, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളെ മേധസ്സിനേക്കാളും നല്ലത്. സ്തോത്രം. 45-ാം സങ്കീർത്തനം വീണ്ടും ആ ടൈമിൽ പറയുന്നു, അല്ലയോ കുമാരി, കേൾക്ക, നോക്ക, ചെവി തരിക, നിന്റെ സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. എത്ര സഹോദരിമാർ ആരോഗ്യത്തോടെ ആ വാക്യം പറഞ്ഞെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരിക്കൽ കൂടെ, അല്ലയോ സഹോദരി, അല്ലയോ കുമാരി, ഒരിക്കൽ കൂടെ, സഹോദരി അല്ലല്ലോ, അല്ലയോ കുമാരി, കേൾക്ക, നോക്ക, ചെവി ചായ്ക്ക, നിന്റെ സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. സഹോദരന്മാർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഓ കമാൺ, ഒരിക്കൽ കൂടെ ഒരു ചാൻസ് ഉണ്ട് തരാം. എല്ലാ സഹോദരന്മാർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യെസ്. ആ സബ്മിഷൻ ആർക്കില്ലായിരുന്നു? വസ്തിയില്ലായിരുന്നു. അതുകൊണ്ട് അവളുടെ ചാൻസ് പോയി. പകരം ഹദസ് എന്ന അനാഥ പെൺകുട്ടി എസ്തേറായി ആ സ്ഥാനത്ത് കടന്നു വന്നു. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. സ്തോത്രം. സബ്മിഷൻ അതൊരു സൗന്ദര്യമാണ്. ദൈവം തൻ്റെ മണവാട്ടിയാകുന്നതായ സഭയെ നോക്കി, നിനക്കെന്തൊരു ചേര് എന്ന് സഭയെ നോക്കി പറയണമെങ്കിൽ സഭ അനുസരണത്തിലും സബ്മിഷനിലുമാണ് ജീവിക്കേണ്ടത്. സോ 4 തൂണുകൾ പോലെ 4 തരത്തിലുള്ള സബ്മിഷൻ യേശു കർത്താവിൻ്റെ ഭൗതിക മണ്ഡലത്തിൽ നമ്മൾ മനസ്സിലാക്കി. 1, നല്ല പാരമ്പര്യത്തെ അവൻ അനുസരിച്ചു, പാരൻസിനെ അവൻ അനുസരിച്ചു. 3, ആത്മീയ നേതൃത്വത്തെ അനുസരിച്ചു. 4, രാജ്യത്തിൻ്റെ നിയമത്തെ അനുസരിച്ചു. ഈ ഇൻട്രഡക്ഷനോടെ സ്തോത്രം ഞാൻ പെട്ടെന്ന് അത് ഇന്നത്തെ മേജർ പോർഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ, പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. സ്തോത്രം. ഇതെന്താണ് സഹോദരങ്ങളെ? ആ വാക്യം ലൂക്കോസ് 23:46. അത് സ്തോത്രം ഒരു പ്രാർത്ഥനയാണ്. അതൊരു പ്രാർത്ഥനയാണ്. അതൊരു പ്രാർത്ഥനയാണ്. ശബ്ദമുയർത്തി പറഞ്ഞാൽ അതെന്താണ്? അതൊരു പ്രാർത്ഥനയാണ്. അതൊരു പ്രാർത്ഥനയാണ്. അടുത്ത് എഴുതണം, എഴുതിയെടുക്കുന്നവർ എഴുതണം. യേശു പ്രാർത്ഥിച്ചു മരിച്ചു. യേശു പ്രാർത്ഥിച്ചു മരിച്ചു. കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ നമ്മൾ മരിക്കും. 10 വർഷം കൂടെ നമ്മൾ എത്ര പേരുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എല്ലാവർക്കും ദൈവം ദീർഘായുസ് നൽകട്ടെ. 25 വർഷം കഴിയുമ്പോൾ നമ്മൾ എത്ര പേരുണ്ടെന്ന്, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ എത്ര പേരുണ്ടെന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. 50 വർഷം കഴിയുമ്പോൾ നമ്മൾ എത്ര പേരുണ്ടെന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. അങ്ങനെ നീണ്ടുപോകുന്നു. പക്ഷേ ഒരു ദിവസം നമ്മൾ മരിക്കും. എബ്രായർ 9:26-27 പറയുന്നു, ഒരിക്കൽ മരണവും ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുകയാണ്. സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. പക്ഷെ എങ്ങനെ മരിക്കണം? വല്ല ആശുപത്രിയും കിടന്ന് അയ്യോ 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 എന്ന് നിലവിളിച്ച് മരിക്കുന്നതിനേക്കാൾ പ്രാർത്ഥിച്ച് മരിക്കുന്നെങ്കിൽ അത് എത്രയോ നല്ല കാര്യമാണ്. പ്രാർത്ഥിച്ച് മരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരാധിച്ച് മരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്തുതിച്ച് മരിക്കുന്നെങ്കിൽ,
അല്ലെങ്കിൽ സ്തോത്രം വചനം പറഞ്ഞിട്ടിരിക്കുമ്പോൾ മരിക്കുന്നെങ്കിൽ, യൂട്യൂബിലും മറ്റേ നിങ്ങൾക്ക് കാണാൻ കഴിക്കാൻ ദൈവദാസന്മാർ പ്രസംഗിച്ചിട്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത് എത്ര നല്ല മരണമാണ്. ബ്യൂട്ടിഫുൾ. ദൈവവചനം മനുഷ്യരോട് പറഞ്ഞിട്ടിരിക്കുമ്പോൾ മരിക്കുന്നു. നല്ല കാര്യം, എനിക്കത് ഇഷ്ടപ്പെട്ടു. മനുഷ്യരോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടിരുന്നപ്പോൾ അതെ അവർ മരിക്കുന്നു, നല്ല കാര്യം. പക്ഷെ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ മനുഷ്യരെ ഇരിക്കുമ്പോൾ മരിക്കുന്നതിനേക്കാൾ ദൈവത്തെ കേൾപ്പിച്ചിട്ട് ഇരിക്കുമ്പോൾ മരിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. വചനം ജഡമായി തീർന്നവനായ കർത്താവ് ഒരു ഗംഭീര പ്രസംഗം അടിച്ചു മുഴക്കി എല്ലാവരോടും പ്രസംഗിച്ച് എല്ലാവരും പിമ്പിരി കൊള്ളിപ്പിച്ച് രോമാഞ്ചം ആക്കിയപ്പോഴല്ല യേശു മരിച്ചത്. യേശു കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് മരിച്ചത്. പ്രാർത്ഥിച്ച് യേശു കർത്താവ് മരിച്ചു. ബ്യൂട്ടിഫുൾ. സ്തോത്രം. വായ്? കാരണം അത് കർത്താവിൻ്റെ ഇൻറ്റിമസിയാണ് കാണിക്കുന്നത്. പിതാവായ ദൈവമായിട്ടുള്ള ആ ആഴമായ എനിക്ക് വർണ്ണിപ്പാൻ കഴിയാത്ത, നിങ്ങൾക്ക് ചിന്തിച്ച് എത്തിപ്പിടിപ്പാൻ കഴിയാത്ത അൺസെപ്പറബിൾ ആയിട്ടുള്ള ആഴമായ ബന്ധമാണ് കാണിക്കുന്നത്. പക്ഷെ ആ ബന്ധത്തിൻ്റെ ജ്വലനം എനിക്ക് മനസ്സിലായത് രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. എന്നിട്ടും മൂന്നാമത് നാണം കെടാതെ വിളിക്കുകയാണ്, പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അതാണ് എൻ്റെ ബ്യൂട്ടി. മനസ്സിലായില്ല നിങ്ങൾക്ക്? രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. പിതാവ് മൗനമായിരുന്നു. രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. നമുക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ ആരാധന കുഴപ്പമാണ്. പിന്നെ വാട്ടവും കോട്ടവും ഉള്ളവരായി സ്തോത്രം ആയിരിക്കും പലരും ജീവിക്കുന്നത്. എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ നമുക്കൊരു ഉത്സാഹമാണ്, ഒരു ചൈതന്യമാണ്. പക്ഷെ യഥാർത്ഥ തനിനിറം, യഥാർത്ഥ ആത്മീയത വെളിപ്പെടുന്നത് സ്തോത്രം ദൈവം കിളിവാതിൽ തുറന്നു പിടിക്കുമ്പോഴല്ല, പല വാതിലുകൾ അടയുമ്പോൾ നിങ്ങളുടെ ആഴം, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് എത്രത്തോളം ദൈവസന്നിധിയിലായിരിക്കുന്നു. വാതിലുകൾ തുറക്കുമ്പോൾ നമ്മൾ തുറന്ന വാതിലുകളെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിക്കാറുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ നോക്കി ഇന്ന് രാത്രി പറയട്ടെ, അടഞ്ഞ വാതിലുകളെ മുമ്പിൽ നൃത്തം ചെയ്യുന്നെങ്കിൽ അത് ആത്മീയ ജീവിതത്തിൻ്റെ വലിയൊരാഴം തന്നെയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്ന ചില സഹോദരങ്ങളെ ഞാൻ കാണുന്നു. നിങ്ങളുടെ പല പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം വന്നിട്ടില്ല. പക്ഷെ എന്നിട്ടും നിങ്ങളുടെ ആ റിലേഷനെ ഷേക്ക് ചെയ്യാൻ ഒന്നിനും കഴിഞ്ഞിട്ടേയില്ല. ആയിരക്കണക്കിന് ക്രിസ്തീയ വിശ്വാസികൾ കൊല്ലപ്പെടുന്ന സമയത്താണ് പൗലോസ് ആ വാക്യം എഴുതിയത്. റോമർ 8:31 മുതൽ 35 വരെ. ഹു ക്യാൻ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ആയിരക്കണക്കിന് ക്രിസ്തീയ വിശ്വാസികൾ റോമ പരിസരത്തിൽ, റോമ പട്ടണത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, അന്നത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ ഏരിയകളിൽ കൊല്ലപ്പെടുമ്പോൾ, ഇവൻ മരണം വന്നാലും തല പോയാലും കർത്താവിനെ വിട്ട് വേറൊരു പരിപാടിയില്ല. ഹു ക്യാൻ സെപ്പറേറ്റ് us? ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത്. രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്ക് അത് തന്നെയാണ് ഇവിടെ വെളിപ്പെടുന്നത്. രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്ക് യേശു കർത്താവിന് മറുപടി ലഭിച്ചിട്ടില്ല. ആ രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചിട്ടില്ലെങ്കിലും വീണ്ടും പ്രാർത്ഥിക്കുന്നു, പിതാവേ. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ വിളിച്ചത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നാണ്. മനുഷ്യരാക്കുന്ന നമ്മളാണ് ദൈവമേ എന്ന് വിളിക്കുന്നത്. ദൈവപുത്രനായ യേശു ഒരിക്കലും ദൈവമേ എന്ന് വിളിക്കത്തില്ല, പിതാവേ എന്ന് വിളിക്കത്തുള്ളൂ. സ്തോത്രം. ഞാൻ വീണ്ടും പറയും, മത്തായി 6:9 ഞങ്ങൾക്കെല്ലാം പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ, ഒലിമലയുടെ താഴ്വരയിലിരുന്ന് യേശു കർത്താവ് പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. 3.5 വർഷം പരസ്യശുശ്രൂഷ വേളയിൽ നൂറുകണക്കിനല്ല, ആയിരക്കണക്കിനല്ല, 10,000 പ്രാവശ്യം ശിഷ്യന്മാർ കേട്ട് കാണും സ്തോത്രം പിതാവായ ദൈവത്തെ പിതാവേ എന്ന് യേശു കർത്താവ് അഡ്രസ്സ് ചെയ്യുന്നത്. അതിനു മുൻപും അതിനു ശേഷവും എപ്പോഴും പിതാവേ പിതാവേ പിതാവേ. പക്ഷെ ഒരേ ഒരു നേരം മാത്രമാണ് പറഞ്ഞത് എൻ്റെ ദൈവമേ എന്ന്. എന്നിട്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നുമില്ല. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാതിരുന്നിട്ടും വീണ്ടും ആ ഇൻറ്റിമസി, ആ അൺബ്രോക്കൺ ആണ്. ആ അടുപ്പം കുറഞ്ഞിട്ടില്ല, ആ ബന്ധം തീർന്നിട്ടില്ല, ആ ബന്ധം വീണ്ടും തുടരുന്നു എന്നതിനർത്ഥമായി സ്തോത്രം വീണ്ടും അവന് പ്രാർത്ഥിച്ചു, പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്ത് പറയട്ടെ, പല പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾക്കും നിങ്ങൾക്ക് മറുപടി ലഭിച്ചു കാണത്തില്ല. വളരെ പ്രധാനപ്പെട്ട പല പ്രാർത്ഥനകൾക്കും എനിക്ക് മറുപടി ലഭിച്ചു കാണത്തില്ല. പക്ഷേ നമ്മളും ദൈവവുമായിട്ടുള്ളതായ ബന്ധം തീരുമാനിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയല്ല, നമ്മുടെ സൗകര്യപ്രദമായ സാഹചര്യങ്ങളല്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ യാതൊരു കാര്യമല്ല, ഇങ്ങനെയുള്ള ഉപാധികളല്ല ദൈവവും ഞാനും ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം തീരുമാനിക്കുന്നത്. പല വാതിലുകൾ അടയുമ്പോഴും,
പല ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോഴും, പലതിന് ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും, പല ഇരുട്ടത്ത് കിടന്ന് പിടയുന്ന അനുഭവം കടന്നു വരുമ്പോഴും എന്തുകൊണ്ട് 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 എന്ന് 100,000 ദിവസം ചോദിച്ചാലും മറുപടി കിട്ടാത്ത ദിവസമാണെങ്കിലും നമ്മൾ അപ്പോഴും ലജ്ജ കൂടാതെ ഈ പുസ്തകം ഉയർത്തി, തല ഉയർത്തി കർത്താവിനെ നോക്കി പറയുക, നീ എൻ്റെ അപ്പനാണ്, ഞാൻ നിൻ്റെ മകനുമാണ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവമക്കളെല്ലാം ആമേൻ പറഞ്ഞു. ആ ഉറച്ച തീരുമാനം നിങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങൾ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ആ സ്ട്രോങ് ഇൻറ്റിമസി ദൈവകൃപയാൽ വരട്ടെ. എത്ര ഭൂമികുലുക്കം വന്നാലും ജപ്പാനിൽ കുറേ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു എന്ന് ഒരു ഭൂമികുലുക്കത്തിനും സ്തോത്രം തകർക്കാൻ കഴിയാത്തത്. ജപ്പാനിൽ കുറേ കെട്ടിടങ്ങളുണ്ടെന്ന് 2011 ആ പടുകൂറ്റൻ സുനാമിക്ക് ശേഷം എത്ര സുനാമി വന്നാലും ആ കെട്ടിടങ്ങൾ വീഴത്തില്ലെന്ന്. മോസ്റ്റ് മോഡേൺ ടെക്നോളജിയിൽ അവരങ്ങനെ വലിയ അമേസിങ്, ചിന്തിപ്പാൻ കഴിയാത്ത വലിയ ബെയറിങ്ങിലാണ് അതിൻ്റെ പില്ലറുകൾ വെച്ച് അത് നിർമ്മിക്കുന്നത്. ആ കെട്ടിടം നിന്ന് ഒലയുമായിരിക്കും, പക്ഷെ അത് വീഴത്തില്ല. ഹല്ലേലൂയ. ഇൻ ദി നെയിം ഓഫ് ജീസസ്. സ്തോത്രം. ദൈവം നിങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നത് ക്രിസ്തു എന്ന പാറയിൽ ആണ് എങ്കിൽ നിങ്ങൾ ഉലയുമായിരിക്കും, പക്ഷേ നിങ്ങൾ നിലത്ത് വീണ് ഉടഞ്ഞു പോകത്തില്ല. നിങ്ങൾ ഉലയുമായിരിക്കും, പക്ഷേ നിങ്ങൾ ഉടഞ്ഞു പോകത്തില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞ്. സോ ആ ബന്ധം പിതാവായ ദൈവത്തോട് യേശു കർത്താവിന് ഉണ്ടായിരുന്നു. സ്തോത്രം. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്ന് ഒരു സെക്കൻഡ് ഒലഞ്ഞു, പക്ഷേ ഉടഞ്ഞില്ല. വീണ്ടും ആ ഇരുട്ടുള്ളപ്പോൾ തന്നെ, ആ ഇരുട്ട് മാറിയില്ല, ആ ഇരുട്ടുള്ളപ്പോൾ തന്നെ, ആ ഇരുട്ടത്തിന് വീണ്ടും ആ പദം സ്തോത്രം പുറപ്പെട്ടു. അതെ, ആ ശബ്ദത്തിൽ വീണ്ടും കേട്ടു, പിതാവേ തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഫലമേൽപ്പിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നമ്പർ 2, രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് എ പ്രെയർ ഓഫ് ട്രസ്റ്റ്. പിതാവായ ദൈവത്തിൽ അവൻ വീണ്ടും വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ട്രസ്റ്റാണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി. ഒന്നാമത് ഞാൻ പറഞ്ഞ ഇൻറ്റിമസി, രണ്ടാമത് പറയുന്നത് ഡിപ്പെൻഡൻസി. ഒന്നാമത് പറയുന്നത് ഇൻറ്റിമസി, രണ്ടാമത് പറയുന്നത് ഡിപ്പെൻഡൻസി. വീണ്ടും ട്രസ്റ്റ് ചെയ്യുകയാണ്, ഡിപ്പെൻഡ് ചെയ്യുകയാണ്. എന്തോ ഡിപ്പെൻഡൻസിയുടെ അർത്ഥം പറ. അഭയം ചൊല്ലുകയാണ്, അങ്ങനെ ആശ്രയിക്കുകയാണ്, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുകയാണ്, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ തന്നെ ആശ്രയിക്കുകയാണ്. ഇൻ ദി നെയിം ഓഫ് ജീസസ്. ദൈവത്തിൽ തന്നെ ആശ്രയിക്കുകയാണ്. എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? നേരത്തെ ചോദിച്ചതാണ്. ആ ചോദ്യത്തിന് ഉത്തരം വന്നില്ല. പക്ഷെ എന്നിട്ടും സ്തോത്രം, പലതിന് ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും സ്തോത്രം, അവൻ്റെ ആശ്രയം സാഹചര്യങ്ങളിലല്ല, അവൻ്റെ ആശ്രയം മനുഷ്യരിലല്ല. അവർ സഹായിക്കും, എവർ സഹായിക്കും, മറ്റവർ വേദി ഒരുക്കി തരും, എവരെനിക്ക് വേണ്ടി വാതിൽ തുറന്നു തരും. നോ 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 നോ. ദൈവത്തിന് മനുഷ്യരെ നിങ്ങൾക്കായി ഉപയോഗിക്കാം. ഒരിക്കൽ കൂടെ, ദൈവത്തിന് മനുഷ്യരെ നിങ്ങൾക്കായി ഉപയോഗിക്കാം. നോക്കിയേ, ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തിന് ഒരു കാക്കയെ നിങ്ങളുടെ കരീതിൽ പറഞ്ഞു വിടാം. ഹലോ, ദൈവത്തിന് നിങ്ങളുടെ ഒരു കാക്കയെ കരീതിൽ പറഞ്ഞു വിടാം. ദൈവത്തിന് ഒരു കോഴിയെ ശബ്ദം കേൾപ്പിച്ച് നിങ്ങളെ ഉണർത്താം. പക്ഷെ നിങ്ങളുടെ ആശ്രയം വരുന്ന കാക്കയിലും കൂകുന്ന കോഴിയിലുമല്ല. നിങ്ങളുടെ ആശ്രയം നിങ്ങളുടെ പ്രാണന്റെ ഉടമസ്ഥനാകുന്ന സർവശക്തനായ ദൈവത്തിലാണ്. അതുകൊണ്ട് ടോട്ടൽ ഡിപ്പെൻഡൻസി. ആ ഇരുട്ടത്തും യേശുവിൻ്റെ ഡിപ്പെൻഡൻസി, യേശു കർത്താവ്, ആ അഭയം, യേശുവിൻ്റെ ആശ്രയം ദൈവത്തിൽ തന്നെ ആയിരുന്നു. നമുക്കറിയാമോ, 6 മണിക്കൂർ നേരമാണ് ഈ 7 മൊഴികൾ യേശു പറഞ്ഞത്. ആദ്യത്തെ 3 മണിക്കൂർ നേരം സ്തോത്രം പ്രകാശമുണ്ടായിരുന്നു. 9 മണി മുതൽ 12 മണി വരെ, 6 മണി മുതൽ 9 മണി വരെ എന്ന് പറഞ്ഞാൽ 12 മണി മുതൽ 3 മണി വരെയുള്ളതായ ആ സമയം ഇരുട്ടത്താണ്. ഈ ഇരുട്ടത്താണ് ആ ഡിപ്പെൻഡൻസി വെളിപ്പെട്ടത്. ഓ കമാൻ, ഒരിക്കൽ കൂടെ, ഇരുട്ടത്താണ് ഡിപ്പെൻഡൻസി വെളിപ്പെട്ടത്. എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ, എല്ലാവരും അനുകൂലമായിരിക്കുമ്പോൾ യേശു എൻ്റെ അഭയ കേന്ദ്രം എന്ന് പാടാൻ വളരെ എളുപ്പമാണ്. യേശു എൻ്റെ അഭയ കേന്ദ്രമെന്ന് എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ പാടാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇപ്പോൾ നോക്ക്, 100,000 മുറിവുകളാൽ ശരീരം തകർന്നിരിക്കുന്നു. മനുഷ്യനെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല, രൂപം അറിയത്തില്ല, രൂപം മാറിപ്പോയി. എനിക്കത് വിവരിക്കണമെന്നുണ്ട്, സമയമില്ല. ചെവിയില്ല, ചുണ്ടില്ല, മൂക്കിൻ്റെ മുക്കാലുമില്ല. അങ്ങനെ അടിച്ച് തകർത്ത് ഒരു ഇറച്ചിക്കടയിൽ സ്തോത്രം, ഒരു ഇറച്ചി കഷണം കിടന്നു തൂങ്ങുന്നത് പോലെ സൗന്ദര്യത്തിൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തകർന്നു കിടക്കുക.
ലോർഡ്, ഹല്ലേലൂയ. ഇരുട്ടാണ്, തലയിൽ മുൾക്കിരീടം, രക്തം ധാരാധാരയായി ഒഴുകുന്നു. 6 മണിക്കൂർ മുമ്പ്, ഏകദേശം 5 മണിക്കൂർ മുമ്പ്, 5-6 മണിക്കൂർ മുമ്പ് ഈ മുൾക്കിരീടം അടിച്ചിറക്കിയതാ. അപ്പോഴേക്കും രക്തം ഈ കണ്ണിൻ്റെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ കട്ടി പിടിച്ചിട്ടുണ്ട്. ഈച്ചയും മറ്റുമൊക്കെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. വല്ലാത്ത അസ്വസ്ഥത, ചിന്തിക്കാൻ കഴിയത്തില്ല. ക്രൂശിനെ ഇരുന്ന് ധ്യാനിക്കണം മക്കളെ, ക്രൂശിനെ ധ്യാനിക്കണം. ആ ധ്യാനത്തെങ്കിൽ തീ കത്തും. സോ ആ രക്തത്തെ ഇങ്ങനെ വകഞ്ഞു മാറ്റാൻ കൈ ഫ്രീ അല്ല, കൈ ആണികളിലാണ്. കണ്ണിങ്ങനെ വലിച്ചു തുറന്ന് നോക്കുമ്പോൾ സ്തോത്രം മിക്കവാറും കാണാൻ കഴിയത്തില്ല, പോരെങ്കിൽ ഇരുട്ടുമാണ്. ഇങ്ങനെ ലോകത്തിലൊന്നും കാണാൻ കഴിയാതിരുന്നപ്പോൾ, ലോകത്തിലാരും ആശ്രയിക്കാനില്ലാതിരുന്നപ്പോൾ, ലോകത്തിലൊന്നും കാണാനില്ലാത്തപ്പോൾ, ലോകത്തിലൊന്നും ആശ്രയിക്കാതിരിക്കുന്നപ്പോൾ, ഒരിക്കൽ കൂടെ ലോകത്തിൽ ആരെയും കാണാൻ കഴിയാതിരിക്കുമ്പോൾ, ലോകത്തിലൊന്നും ആശ്രയിപ്പാനില്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഡിപ്പെൻഡൻസി ദൈവത്തിൽ വെളിപ്പെടട്ടെ. തീരുമാനിക്കുക, എൻ്റെ ആശ്രയം എൻ്റെ കർത്താവിലാണ്. വാട്ട് എവർ ഹാപ്പൻസ്, എൻ്റെ ആശ്രയം എൻ്റെ കർത്താവിലാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബന്ധമെന്ന് പറയുന്നത് അത് കുഞ്ഞുകളിയല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഡിപ്പെൻഡൻസി തെളിയിക്കുമോ കുഞ്ഞേ? ഈ ദിവസങ്ങൾ പലത ചോദ്യങ്ങളുണ്ട്, പലതിന് ഉത്തരം വന്നിട്ടില്ല. എൻ്റെ ലൈഫ് ഇരുട്ടിലാണ്, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. എന്താ മുന്നിൽ നടക്കുന്നതെന്ന് മുന്നോട്ട് നോക്കുമ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എൻ്റെ മുന്നിൽ എന്തെന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ പറയുന്നത്? ഭാവി എന്തെന്ന് കാണാൻ പറ്റുന്നു, ലൈഫ് എന്തെന്ന് കാണാൻ പറ്റുന്നു, മുന്നിൽ എന്തെന്ന് കാണാൻ പറ്റുന്നില്ല. പക്ഷേ അപ്പോഴും എൻ്റെ ആശ്രയം കാണുന്ന മനുഷ്യരിലല്ല, കാണുന്ന കാര്യങ്ങളിലല്ല. എൻ്റെ ആശ്രയം എൻ്റെ കർത്താവിലാണ്. നമ്പർ 3, സ്തോത്രം. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ്, ഇറ്റ്സ് എ പ്രെയർ ഓഫ് ഫുൾഫിൽമെൻറ്റ്. അതൊരു സ്തോത്രം നിവൃത്തിയുടെ അല്ലെങ്കിൽ ഫുൾഫിൽമെൻറ്റ്, നിവർത്തീകരണത്തിൻ്റെ പ്രാർത്ഥനയാണ്. താങ്ക് യു. നിവർത്തീകരണത്തിൻ്റെ പ്രാർത്ഥനയാണ്. 31-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലാണ് അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. 31-ാം സങ്കീർത്തനം 5-ാം വാക്യം. സ്തോത്രം. 31-ാം സങ്കീർത്തനം 5-ാം വാക്യം. നിന്റെ കയ്യിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു, വിശ്വസ്തനായ യഹോവേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. യേശു കർത്താവ് 2-ാമത്തെ ഭാഗം അങ്ങ് ഒമിറ്റ് ചെയ്തു. എന്നിട്ട് ആദ്യ ഭാഗത്ത് വേറൊരു കാര്യം കൂടെ കൂട്ടി. ഒരിക്കൽ കൂടെ 31:5 ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ വായിച്ചേ. നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു, വിശ്വസ്ത ദൈവമായ യഹോവേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ആ വാക്യം വളരെ ശ്രദ്ധിക്ക്. ഒരിക്കൽ കൂടെ, നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു, വിശ്വസ്ത ദൈവമായ യഹോവേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. സ്തോത്രം. ആ 2-ാമത്തെ ഭാഗം കർത്താവ് ഒമിറ്റ് ചെയ്തു. ആദ്യത്തെ ഭാഗത്ത് കർത്താവ് ഒരു പദം ആഡ് ചെയ്തു. എന്താ ആഡ് ചെയ്തത്? പിതാവേ എന്ന പദം ആഡ് ചെയ്തു. 2-ാമത്തെ ഭാഗം ഒമിറ്റ് ചെയ്തു. വിശ്വസ്തനായ ദൈവമേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇവിടെ യേശു തന്നെ വീണ്ടെടുപ്പുകാരനായി ക്രൂശിന്മേൽ തൂങ്ങുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ആരാണ്? യേശുവാണ്. എത്ര തകർന്നു കിടന്നാലും നമ്മുടെ വീണ്ടെടുപ്പുകാരൻ യേശുവാണ്. യോബിന്റെ പുസ്തകത്തിലെ കാതലായ റെവലേഷൻ അതാണ്. സ്തോത്രം. എൻ്റെ വീണ്ടെടുപ്പുകാരൻ എനിക്കായി ജീവിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പ്രസംഗിച്ച് കേട്ടതാണ്. സ്തോത്രം. അതെ, ഇയ്യോബിന് ഒരു അതിശക്തമായ തിരിച്ചുവരവ് ദൈവം നൽകി. ഇരട്ടിയായി ദൈവമാണ് അനുഗ്രഹിച്ച് കയറ്റിയത്. 2 റെവലേഷൻ ക്രൈസ്റ്റിനെ കുറിച്ച് അവനുണ്ടായതാണ്. ഒന്ന്, എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. 2, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഗ്യാരണ്ടിയായി വീണ്ടും പറയട്ടെ, എത്ര തകർന്ന തരിപ്പണമായി നിന്റെ ലൈഫിന് ഇല്ല എന്ന് പറഞ്ഞാലും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി ശബ്ദമുയർത്തി വാദിപ്പാൻ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴും, 2, അവൻ എന്നെ വീണ്ടെടുക്കുന്നു എന്നറിയുമ്പോഴും, സ്തോത്രം, അവിടെ റിസ്റ്റോറേഷൻ നടക്കുന്നു. അവിടെ നഷ്ടങ്ങൾ ലാഭമാകുന്നു, നഷ്ടപ്പെട്ട തിരികെ കിട്ടുന്നു. സോ റിസ്റ്റോറേഷൻ 2 കാര്യം ആവശ്യമാണ്. ഒന്ന്, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് വാദിക്കുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, വാദിക്കുന്നു. നിങ്ങൾക്കെതിരെ ലോകം മുഴുവൻ സംസാരിച്ചാലും അവർ മുഴുവൻ സൈലൻ്റ് ആകും. എപ്പോൾ? യേശു നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ. യേശുവിൻ്റെ നാമത്തിൽ ഈ നല്ല ബുധനാഴ്ച ഞാൻ വീണ്ടും ആരോടോ പറയട്ടെ, നിങ്ങളുടെ ശത്രുക്കളുടെ നാവിനെ ദൈവം മിണ്ടാതാക്കുന്ന ദിവസങ്ങളാണിത്. വായ്. കാരണം യേശു നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട്. സോ സ്തോത്രം. അതെ, അതുകൊണ്ട് നീ പിതാവേ നിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽക്കുന്നു. ഇതൊരു പ്രൊഫസിയാണ്.
ഇതൊരു പ്രവചനമാണ്. സങ്കീർത്തനക്കാരായ ദാവീദ് മെശിഹായെക്കുറിച്ച് പ്രവചിച്ച് പാടിയതായ ഒരു പ്രവചനമാണ് ഇത്. അതുകൊണ്ട് സ്തോത്രം, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ മറ്റ് 100,000 പ്രവചനങ്ങൾ നിറവേറിയതുപോലെ സ്തോത്രം, ഈ പ്രവചനവും ദൈവത്തിൻ്റെ കൃപയാൽ നിറവേറുകയുണ്ടായി. മെശിഹായെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് അവൻ വേഷത്തിൽ മനുഷ്യനായി വചനം ജഡമായി തീർന്നു എന്ന് മാത്രമല്ല, അവൻ വചനം ജഡമായി തീർന്നു എന്ന് മാത്രമല്ല, ഒരിക്കൽ കൂടെ, അവൻ വചനം ജഡമായി തീർന്നു എന്ന് മാത്രമല്ല, അവൻ വചനത്തെ ഫുൾഫില്ല് ചെയ്യുകയും ചെയ്തു. 1 തിമോഥെയോസ് 3:16 പറയുന്നു, അവൻ വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു. എത്ര പേർ വായിച്ചിട്ടുണ്ട്? 1 തിമോഥെയോസ് 3:16 വചനം ജഡമായി തീർന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. നമുക്ക് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഹി മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ ആ ജഡത്തിൽ, ആ ശരീരത്തിൽ കർത്താവ് ചെയ്തതായ കാര്യമെന്ന് പറയുന്നത് അവൻ വചനത്തെ ഫുൾഫിൽ ചെയ്തു. ഓഹോ, അവൻ ശരീരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ശരീരം ദൈവം നമുക്ക് തന്നിട്ടുള്ളത് ശരീരത്തിൽ വൈകൃതങ്ങൾ കാണിക്കാനല്ല, ശരീരത്തെ സന്തോഷിപ്പിക്കാനല്ല, ശരീരത്തെ പ്ലേ ഗ്രൗണ്ട് ആക്കാനല്ല, മറ്റും പറയണ്ടല്ലോ, ശരീരത്തെ ഇക്കിളി വരുത്താനല്ല. പകരം ഒരു ബോഡിയിൽ ദൈവം ഈ ഭൂമിയിൽ നിങ്ങളെ ആക്കിയിരിക്കുന്നത്, ഒരു ബോഡിയിൽ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം യഥാർത്ഥ നിങ്ങളെന്ന് പറയുന്ന, അടുത്ത് ഞാൻ പറയുന്നത് വളരെ ഡീപ്പാണ്, ശ്രദ്ധിക്കണം. യഥാർത്ഥ നിങ്ങളെന്ന് പറയുന്ന ഈ ശരീരമല്ല. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറ, ഇതെൻ്റെ കൂടാണ്. പറഞ്ഞാട്ടെ, ഇതെൻ്റെ കൂടാണ്. അപ്പം ഈ കൂട്ടിലാണ് ഞാൻ വസിക്കുന്നത്. ഈ കൂട്ടിലാണ്. ഈ കൂട് വിട്ട് ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പോകും. അപ്പം ഈ കൂട്ടിലേ എനിക്ക് വസിക്കാൻ പറ്റത്തുള്ളൂ. മീനിങ് ആത്മാവിന് ശരീരത്തിന് വസിക്കാൻ പറ്റത്തുള്ളൂ. ആത്മാവിന് ശരീരത്തിന് വസിക്കാൻ പറ്റത്തുള്ളൂ. ശരീരമില്ലാത്ത ആത്മാവ് ദൈവത്തിൻ്റെ മുൻപിൽ ഇല്ലീഗലാണ്. ഒരിക്കൽ കൂടെ, ശരീരമില്ലാത്ത ആത്മാവ് ദൈവത്തിൻ്റെ മുൻപിൽ നിയമവിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഊടാടി നടക്കുന്ന ദുരാത്മാക്കളും ദൈവവും തമ്മിൽ ഭയങ്കര പോട്ടി. അതുകൊണ്ടാണ് ദുരാത്മാക്കൾക്ക് ഏതെങ്കിലും ബോഡിയിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദുരാത്മാക്കൾ, അതെ, ആ ചെറുക്കനിൽ നിന്ന് 6,000 ഭൂതം പുറത്തു വന്നപ്പോൾ ആ ദുരാത്മാക്കൾ പറഞ്ഞ, അറ്റ്ലീസ്റ്റ് ആ പന്നിയിലെങ്കിലും ഞങ്ങൾ കയറട്ടെ. കമൺ, മനസ്സിലായി രാമേൻ പറഞ്ഞ്. അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, പാപം ചെയ്യുമ്പോൾ ആ ദുരാത്മാക്കൾ ആ വ്യക്തികളിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. അല്ലാതെ ദുരാത്മാക്കൾക്ക് വെറുതെ നിൽപ്പാൻ കഴിയത്തില്ല. സോ ഇതേപോലെ ദൈവം ഈ ബോഡിയിൽ നിങ്ങൾക്കൊരു ആത്മാവിനെ തന്നിട്ടുണ്ട്. ആ ബോഡിയിൽ ദൈവം, ആ ബോഡിയിൽ നിങ്ങൾ വസിക്കുമ്പോൾ, ശരീരത്തെ നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ആ ശരീരത്തെ നിങ്ങൾ വസിക്കുമ്പോൾ യു ആർ ഫുൾഫില്ലിംഗ് ദ വിൽ ഓഫ് ഗാഡ്, ഫുൾഫില്ലിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ നിവർത്തിക്കുകയാണ്. 33 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തു, മനസ്സിലായോ? 33 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ കർത്താവ് തൻ്റെ ശരീരത്തിൽ ചെയ്തത് അവൻ വചനത്തെ നിവർത്തിച്ചു. മത്തായി 5:17 സ്തോത്രം, ന്യായപ്രമാണത്തെ നീക്കേണ്ടതിനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ന്യായപ്രമാണത്തെ നീക്കേണ്ടതിനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത്. സോ യേശുവിനെ ഒരു ബോഡിയിൽ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ വചനം നിവർത്തിപ്പാനാണ്. ദൂതിതാണ് ഫുൾഫിൽ ദ വേർഡ് ഓഫ് ഗാഡ്. ഈ കൂട് വിട്ട് നിങ്ങൾ പോകുന്നത് വരെയും ഈ ബോഡിയിൽ പാർത്ത് ദൈവത്തിൻ്റെ വചനം നിവർത്തിക്കുക. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ നിവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണ് നിങ്ങൾ നിവർത്തിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് സ്തോത്രം. അതുകൊണ്ട് ഇത് ഫുൾഫില്ലാണ്. നമ്പർ 4, 4 ഞാൻ പറയട്ടെ. 1 അത് ഇൻറ്റിമസി എന്ന് പറഞ്ഞു, 2 ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞു, 3 ഫുൾഫിൽമെൻ്റ് എന്ന് പറഞ്ഞു, 4 ഈ സബ്മിഷൻ എന്ന് പറയുന്നത് സെക്യൂർ ആണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റിയാണ്, സുരക്ഷിതത്വമാണ്. ഈ ദൈവത്തിൻ്റെ മുൻപിൽ പിതാവേ തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവകരത്തിൽ നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ സെക്യൂർ ആണ്. ഹല്ലേലൂയ. ദൈവകരത്തിൽ നിങ്ങൾ ഏൽപ്പിക്കാത്തിടത്തോളം കാലം, ഒരിക്കൽ കൂടെ, ദൈവകരത്തിൽ ജീവിതത്തെ, വിഷയങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവകരത്തിൽ ഏൽപ്പിക്കാത്തിടത്തോളം കാലം അത് സുരക്ഷിതത്വം ഇല്ലായ്മയിലാണ്. സുരക്ഷിതത്വത്തിന് ഓപ്പോസിറ്റ് എന്തോ കുഞ്ഞേ? നിരക്ഷിതത്വം ആണോ എന്ന് തോന്നുന്നതല്ല അധ്യാപകർ പറയേണ്ടത്. സ്തോത്രം. അതെ, ഇൻസെക്യൂർ ആയിരുന്നു. കർത്താവിൻ്റെ കരത്തല്ല, അത് ഇംഗ്ലീഷ്.
മലയാളം എന്തുവാ? സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ സ്തോത്രം, അരക്ഷിതത്വം. താങ്ക് യു, ഹല്ലേലൂയ, സ്തോത്രം. മലയാളം മീഡിയം ഇപ്പോഴാണ് കണ്ണു പറഞ്ഞത്. അപ്പോൾ നോക്ക്, അരക്ഷിതത്വം. ദൈവകരത്തിൽ കൊടുക്കാത്തിടത്തോളം കാലം, ദൈവകരത്തിൽ ജീവിതങ്ങളെ, വിഷയങ്ങളെ, ആഗ്രഹങ്ങളെ കൊടുക്കാത്തിടത്തോളം കാലം അയ്യോ കിട്ടുമോ, നടക്കുമോ, എന്തോ ആകും, എങ്ങനെയാകും എന്ന അരക്ഷിതത്വത്തിലായിരിക്കും നിങ്ങൾ ജീവിക്കേണ്ടത്. എന്നാൽ സ്തോത്രം, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കുന്നത് സെക്യൂർ ആയിട്ടാണ്. ഹല്ലേലൂയ. സുഖമായിട്ട് ചെന്ന് കിടന്നുറങ്ങും. ബൈബിൾ സ്റ്റഡിക്കല്ല, ബൈബിൾ സ്റ്റഡി കഴിഞ്ഞിട്ട് സുഖമായിട്ട് ചെന്ന് കിടന്നുറങ്ങും. കാര്യം എന്താ? എൻ്റെ അപ്പച്ചൻ എനിക്ക് വേണ്ടി ഉറക്കം ഒഴിയുന്നുണ്ട്. ഞാൻ അപ്പച്ചനും കൂടെ എന്തിനാണ് ഉറക്കം ഒഴിയുന്നത്? ആരെങ്കിലും ഒരാൾ ഉണർന്നിരുന്നാൽ മതി. കാസ്റ്റ് ഓൾ യുവർ ബർഡൻ അപ്പോൺ ഹിം ആൻഡ് ഹി വിൽ സസ്റ്റെയിൻ യു. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, കാരണം കർത്താവിൻ്റെ കരത്തിൽ കൊടുത്തിരഞ്ഞ. വീണ്ടും ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആ മോരിയ മലയുടെ നെറുകയിൽ ആ യാഗപീഠത്തിൽ ആ ചെറുക്കനെ, ഇസഹാക്കിനെ അബ്രഹാം അർപ്പിച്ചത് കൊണ്ട് ആ ചെറുക്കൻ രക്ഷപ്പെട്ടു. കർത്താവിൻ്റെ കരത്തിൽ ദൈവം പറഞ്ഞതുപോലെ ആ യാഗപീഠത്തിൽ ഇസഹാക്കിനെ അർപ്പിച്ചത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. കൊടുക്കാത്ത ഇഷ്മായിൽ നഷ്ടപ്പെട്ടു, കൊടുത്തവൻ രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി എൻ്റെ ലൈഫിലെ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെടല്ല എന്ന് ആരേലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആണിപ്പടുത്തുള്ള കർത്താവിൻ്റെ കരത്തിൽ നിങ്ങളെ തന്നെ സമ്പൂർണ്ണമായി കൊടുത്താട്ടെ. അവൻ തിന്മ ചെയ്യുന്ന കരങ്ങളല്ലല്ലോ. യേശുവിൻ്റെ കരത്തിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ആ കയ്യിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ആണിപ്പഴുത് കാണുവാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 10:38 പറയുന്നു, അവൻ നന്മ ചെയ്യുന്ന കരങ്ങളാണ് യേശുവിൻ്റെ കരങ്ങൾ. ശബ്ദമുയർത്തി പറഞ്ഞ എന്തോ കരങ്ങളാണ്? നന്മ ചെയ്യുന്ന കരങ്ങളാണ്. സ്തോത്രം, യേശുവിൻ്റെ കരങ്ങൾ. അതുകൊണ്ട് സ്വന്തം ജീവനെ പോലും, സമ്പാദ്യത്തെ പോലും, ഭാവിയിലെ ആഗ്രഹങ്ങളെ പോലും സ്വന്തം പോക്കറ്റിലിട്ട് നടക്കല്ല, സ്വന്തം മനസ്സിലങ്ങ് വെക്കല്ല്. പകരം കർത്താവിൻ്റെ കരത്തിൽ കൊടുത്താട്ടെ. രണ്ടുപേരെ കൊടുത്ത് പറഞ്ഞാണ്, രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, യേശുവിൽ സുരക്ഷിതത്വമുണ്ട്. മൂത്തോക്കി പറ, യേശുവിൽ എന്തുണ്ട്? സുരക്ഷിതത്വമുണ്ട്. വേറെ ഒന്നിലും സുരക്ഷിതത്വമില്ല, അരക്ഷിതത്വമാണുള്ളത്. പക്ഷേ കർത്താവിൽ എന്താ ഉള്ളത്? സുരക്ഷിതത്വമുണ്ട്. അതുകൊണ്ടാണ് സ്തേഫാനോസും പ്രാർത്ഥിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 7:59 സ്തേഫാനോസ് ഈ ലോകത്തിൽ നിന്ന് ആദ്യത്തെ രക്തസാക്ഷിയായി താൻ കടന്നു പോകുന്ന സമയത്ത് സ്തേഫാനോസ് ഇപ്രകാരം പ്രാർത്ഥിച്ചു പറഞ്ഞു, പിതാവേ സ്തോത്രം. എന്താണ്? കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. നോക്ക് 59, കർത്താവ് യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. ഹേ സ്തേഫാനോസ്, ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിനക്ക് എന്താണ് നിന്നെ പ്രേരിപ്പിച്ചത്? എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിപ്പാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? അതെന്തെന്നറിയോ? ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെയാണ് 2 കള്ളന്മാരുടെ നടുവിൽ നിന്ന് യേശു കർത്താവ് പ്രാർത്ഥിച്ചത്. യേശു കർത്താവ് തൻ്റെ ജീവനെ ദൈവകരത്തിൽ സ്തോത്രം സബ്മിറ്റ് ചെയ്ത് അവൻ സെക്യൂർ ആയതുപോലെ എൻ്റെ ജീവനെ കർത്താവിൻ്റെ കരത്തിൽ ഞാൻ സെക്യൂറായി കൊടുക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈ പട്ടണത്തിൽ, ഈ ലോകത്തിൽ സെക്യൂരിറ്റിയുണ്ട്. നമ്മൾ വല്ല മനുഷ്യൻ്റെ കയ്യിലല്ല ആയിരിക്കുന്നത്, ആണിപ്പഴുതുള്ള കർത്താവിൻ്റെ കരത്തിൽ നമ്മളായിരിക്കുന്നു. 2 കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ കരത്തിൽ നിങ്ങളാണെങ്കിൽ നിങ്ങളെ പറിച്ചെടുപ്പാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം. യോഹന്നാൻ 10:28. സ്തോത്രം. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കയില്ല. നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെ തൻ്റെ കയ്യിൽ വഹിച്ചിരിക്കുന്നു. സർവശക്തൻ്റെ കയ്യിൽ ദൈവം നിങ്ങളെ വഹിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിക്കും, ഒരു ശക്തിക്കും, ഒരു മന്ത്രത്തിനും, ഒരു തന്ത്രത്തിനും യേശു കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പറിച്ചെടുപ്പാൻ തക്കോണം കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവകരത്തിൽ
അതെ നമ്മെ തന്നെ ഏൽപ്പിക്കാം. പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. അവസാനത്തെ വാക്കാണത്. ആ വാക്കിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇറ്റ്സ് എ വോയിസ് ഓഫ് വിൽ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി അവൻ സമർപ്പിക്കുന്നു എന്നാണ്, അല്ലേ? ദ്വന്ദ്വഹിതത്തിനല്ലല്ലോ, ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഔട്ട് ഓഫ് വിൽ ഓഫ് ഗാഡ്, ദൈവഹിതത്തിന് പുറത്ത് ജീവിക്കുന്നത് അപകടമാണ്. ദൈവഹിതത്തിന് പുറത്ത് ജീവിക്കുന്നത് ഭയങ്കര അപകടമാണ്. ദൈവകൃപയാൽ സ്തോത്രം. നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കട്ടെ. ആ പിന്നിലിരിക്കുന്ന 3 കുഞ്ഞുങ്ങളെ ഫ്രണ്ടിൽ വന്ന മക്കളെ, സ്തോത്രം. അതെ, നോക്ക്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവകൃപയിലായിരുന്നാട്ടെ, ദൈവഹിതത്തിൽ ജീവിച്ചാട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്തോത്രം. നോക്ക്, ദൈവഹിതത്തിൽ ജീവിക്കുക. സ്തോത്രം. ദൈവഹിതം ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്തോത്രം ഹിതത്തിൽ ജീവിക്കുമ്പോഴാണ്. കർത്താവിൻ്റെ ഹിതത്തിലാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വം. ആ പ്രസിദ്ധമായ ആ പ്രാർത്ഥനയുടെ വാചകം പറഞ്ഞ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിലാണ് നിങ്ങൾ ദൈവകൃപയാൽ ജീവിക്കേണ്ടത്. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ ഹിതത്തിലാണ് ജീവിക്കേണ്ടത്. ഏത് കോഴ്സ് മക്കൾ തിരഞ്ഞെടുക്കണം? ദൈവഹിതത്തിലുള്ളത്. ഏത് കോളേജിൽ പഠിക്കണം? ദൈവഹിതം. ആരെ വിവാഹം കഴിക്കണം? ദൈവഹിതം. ഏത് ദൂതം സംസാരിക്കണം? ദൈവത്തിൻ്റെ ഹിതം. സ്തോത്രം. എങ്ങനെ ജീവിക്കണം? എവിടെ പാർക്കണം? എങ്ങനെയുള്ള വീട് വെക്കണം? ഏത് വണ്ടി മേടിക്കണം? സോൺ ഭൗതികമായ നിസ്സാരമായ കാര്യം പോലും ദൈവഹിതത്തിൽ ഇല്ലാത്തത് നമുക്ക് വേണ്ട. ദൈവഹിതത്തിൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ, ദൈവഹിതത്തിലുള്ളത് ദൈവം തരുന്നെങ്കിൽ, അത് ഒരിക്കലും നിങ്ങളെ കരയിപ്പിക്കുന്നതായിരിക്കത്തില്ല, അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ദൈവഹിതത്തിലാണെങ്കിൽ സ്തോത്രം, അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. സമയം പോയി, എനിക്കറിയാം, 2 മിനിറ്റ് ഞാൻ പെട്ടെന്ന് നിർത്തട്ടെ. ഈ ഹിസ്കിയാവിന് 15 സംവത്സരം ദൈവം ആയുസ് ദീർഘമാക്കി കൊടുത്തു. നല്ല കാര്യം. നമ്മളെല്ലാവരും ഭയങ്കര രസമായിട്ട് പ്രസംഗിക്കുകയും പഠിക്കുകയും ആവേശം കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഓരോ ദിവസം, ഓരോ ആഴ്ച, ഓരോ മാസം, ഓരോ വർഷം ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ ദൈവഹിതത്തിൽ ജീവിച്ചോളണം. ഒരിക്കൽ കൂടെ, ഓരോ ദിവസം, ഓരോ ആഴ്ച, ഒരു മാസം, ഓരോ വർഷം. ഹിസ്കിയാവിന് 15 സംവത്സരം കൊടുത്തു. പക്ഷെ അവന് പറ്റിയ അബദ്ധം എന്താണെന്നറിയോ? അവൻ മനശ്ശയെ ജനിപ്പിച്ചു. അവൻ മനശ്ശയെ ജനിപ്പിച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 21:18. 2 രാജാക്കന്മാർ 21. വീട്ടിൽ ചെന്ന് വായിച്ചു നോക്ക് മനശ്ശയുടെ ചരിത്രം. ബിക്കോസ് ഓഫ് ദ സിൻസ് ഓഫ് മനശ്ശെ ദേ ലോസ്റ്റ് ദ കൺട്രി. മനശ്ശയുടെ പാപങ്ങൾ നിമിത്തം അവർക്ക് ആ രാജ്യം നഷ്ടപ്പെട്ടു. അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടത് ദൈവം 15 സംവത്സരം നല്ലവനായ ദൈവം നീട്ടിക്കൊടുത്തു. പക്ഷെ ദൈവഹിതത്തിൽ ജീവിക്കാതെ, അല്ലെങ്കിൽ ദൈവഹിതത്തിൽ ജീവിക്കാത്ത ഒരു മനശ്ശയെ ജനിപ്പിച്ചത് കൊണ്ട് അവർക്ക് ആ രാജ്യം നഷ്ടപ്പെട്ടു. ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നതെന്ന് പറയട്ടെ, ഏറ്റവും വലിയ തമാശ, അവസാനം ആ മനശ്ശ രക്ഷപ്പെട്ടു. മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ടു. പക്ഷെ രാജ്യം പോയി. അതാണ് ദൈവത്തിൻ്റെ ഹൃദയം. ദൈവം മലയാളിയല്ല, ദൈവം തിരുവനന്തപുരംകാരനല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ആരെങ്കിലും മാനസാന്തരപ്പെട്ടാൽ ദൈവം ആ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. ദൈവം കയ്പം പകയൊന്നും കൊണ്ടു കിടക്കുന്നില്ല. ദൈവം വൈരാഗ്യത്തിൽ ജീവിക്കുന്നില്ല. ദൈവം വിരോധത്തിൽ ജീവിക്കുന്നില്ല. സ്തോത്രം. പിന്നെ പിറ്റേന്ന് രാവിലെ മനസ്സ് വന്നിട്ട്, കർത്താവേ, ഞാൻ 32 വർഷം മുമ്പ് ചെയ്ത പാപം ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്നായിരിക്കും ദൈവം പറയുന്നത്. സോ ഹിസ്കിയാവിന് ആയുസ്സിനെ ദൈവം ദീർഘമാക്കിയതുപോലെ ദൈവം നമുക്ക് ഓരോ ദിവസം തരുമ്പോഴും ആ ദിവസം നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ടത് ടു ഡു ദ വിൽ ഓഫ് ഗാഡ്. ദൈവഹിതമില്ലാത്ത ഒരു വഴിയിൽ നമ്മൾ യാത്ര ചെയ്യല്ല. ദൈവഹിതമില്ലാത്തതായ ഒരു വാഹനം പോലും എടുക്കല്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞേ, ദൈവഹിതമില്ലാത്തതായ ഒരു കാര്യാദിയിൽ നമ്മൾ കാല് വെക്കല്ല. കാരണം വഴുവഴുപ്പ് കൊണ്ട് നിറയപ്പെട്ട ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര വലിയ തർസീസ് കപ്പൽ കിടന്നാലും, എത്ര വലിയ സൗകര്യങ്ങൾ നമ്മളെ നോക്കി മാടി വിളിച്ചാലും, ദൈവകൃപയാൽ യേശു അപ്പച്ചനില്ലയോ, അത് എനിക്കുള്ളതല്ല, അത് നിങ്ങൾക്കുള്ളതല്ല. കർത്താവില്ലാത്തത് ഇന്ന് സന്തോഷമെന്ന് തോന്നും, നാളെ അത് ഭാരമായി തീരും. അതുകൊണ്ട് ലെറ്റ് us live in the will of God. യേശു കർത്താവ് ദൈവഹിതത്തിൽ പ്രാർത്ഥിച്ചു. അവസാന വാക്ക്, പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. ഒരു പോയിന്റ് കൂടെ ഗംഭീരമായി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഇറ്റ്സ് എ പ്രെയർ ഓഫ് കമ്മിറ്റൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതൊരു സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇറ്റ്സ് എ വോയിസ് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. അതൊരു സമർപ്പണത്തിൻ്റെ സ്തോത്രം പ്രാർത്ഥനയാണ്.
ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പണത്തോടെ ഒരു സ്ത്രീ ജീവിച്ചാൽ, ഒരു പുരുഷൻ ജീവിച്ചാൽ, അവൻ ജ്വലിച്ച് ജീവിക്കും. അവൻ പുകഞ്ഞല്ല ജീവിക്കുന്നത്, അവൻ നാറിയല്ല ജീവിക്കുന്നത്. കർത്താവിൽ സമർപ്പിതമായി ഒരു ദൈവപൈതൽ ജീവിച്ചാൽ അവൻ ജ്വലിച്ച് ജീവിക്കും. ശബ്ദമുയർത്തി പറഞ്ഞ എന്താണ്? കേട്ടില്ല, ഒരിക്കൽ കൂടെ. ജ്വലിച്ച് ജീവിക്കുക. സ്തോത്രം. അതെ, റോമർ 12:1-2 ഒരു സമർപ്പണ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്, ആരാധനയെക്കുറിച്ച് പറയുകയാണ്. സഹോദരന്മാരെ, ദൈവത്തിന് മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവന വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. രണ്ടുപേരത്തോട്ട് പറ, ജീവനുള്ള യാഗം. പറഞ്ഞേ, മൂത്തോക്കി പറ, ജീവനുള്ള യാഗം. ജീവനുള്ള യാഗം അർപ്പിക്കേണ്ടതുപോലെ അങ്ങ് അർപ്പിച്ചാലുണ്ടല്ലോ, ഒരിക്കൽ കൂടെ അർപ്പിക്കേണ്ടതുപോലെ അങ്ങ് അർപ്പിച്ചാലുണ്ടല്ലോ, ഈ പുസ്തകം പറയുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് അങ്ങ് അർപ്പിച്ചാലുണ്ടല്ലോ, കത്തിക്കാൻ ഒരുങ്ങിയിരിക്കുന്നൊരു ദൈവമുണ്ട്. എഴുന്നേറ്റെന്നല്ല, വീട്ടിൽ പോയി ബാക്കി വായിക്കുക. ലേവ്യ പുസ്തകം 9:24 എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതിയിട്ട് എഴുന്നേറ്റതല്ല. ലേവ്യ 9:24, ലേവ്യ പുസ്തകം 9:24. അവിടെ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാതെ ഗുണം കഴിയും. സ്തോത്രം. അതെ, സ്തോത്രം. മോശയും അഹരോനും കൂടെ ഒരു യാഗം സമർപ്പിച്ചു. മോനെ, ആ 22 വാക്യം മുതൽ താഴെയാണ്. സ്തോത്രം. പിന്നെ അഹരോൻ ജനത്തിന് നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. ലേവ്യർ 9:22 ഞാൻ വായിക്കുന്നത്. പാപയാഗവും ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. 24 വാക്യം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിനുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. അത് ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. അപ്പോൾ ഒരു യാഗം അർപ്പിച്ചതായ ഒരു സന്ദർഭമാണ് എനിക്ക് പറയാനുള്ളത്. ആ യാഗം അർപ്പിക്കേണ്ട ക്രമത്തിൽ അർപ്പിച്ചപ്പോൾ അവർ കത്തിക്കേണ്ടി വന്നില്ല. അവരല്ല അതിനെ കത്തിച്ചത്, ദൈവം അതിന്മേൽ തീയിറക്കി. പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞ ഒരിക്കൽ കൂടെ, പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. മക്കളെ, അർപ്പിക്കേണ്ട പോലെ ഈ തലമുറയിൽ അർപ്പിച്ച് ജീവിച്ചാലുണ്ടല്ലോ, സമർപ്പിക്കേണ്ടതുപോലെ സമർപ്പിച്ച് ജീവിച്ചാൽ ജനമെല്ലാം കാണത്തക്ക ക്രമത്തിൽ നിന്റെ മേലൊരു തീ ഉണ്ടായിരിക്കും. ജനമെല്ലാം കണ്ട് സാഷ്ടാംഗം വീഴത്തക്ക ക്രമത്തിൽ അവൻ്റെ മേൽ, അതേ, ആ യാഗത്തിന്മേൽ ദൈവത്തിൻ്റെ തീ ഉണ്ടായിരുന്നു. കമോൺ, വെളിപ്പെടട്ടെ. കണ്ണുകൾ അടച്ച് അധരങ്ങളെ തുറന്ന് കരങ്ങളടിച്ച് ദൈവസന്നിധിയിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്. സമർപ്പണമായി, അർപ്പണമായി ദൈവകരത്തിൽ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ടോട്ടൽ സറണ്ടർ. ഈ തലമുറയിൽ ദൈവം നിങ്ങളെ ജ്വലിപ്പിച്ച് നടത്തും. ശബ്ദമുയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാണ്. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പദ്ധതികളെല്ലാം മാറട്ടെ. ഞങ്ങളുടെ സോളിഷ് ആംബിഷൻസ് എല്ലാം വിട്ടുപോകട്ടെ. പകരം അങ്ങയുടെ ഹിതം മാത്രം വെളിപ്പെടട്ടെ. ദൈവഹിതം മുതൽ ഉള്ളതെല്ലാം തുറന്നു വരട്ടെ. ദൈവത്തിൻ്റെ ഡിവൈൻ പ്രൊവിഷൻ തുറന്നു വരട്ടെ. ദൈവത്തിൻ്റെ ദിവ്യമായ വാതിലുകൾ തുറന്നു വരട്ടെ. നാളെ കരയിപ്പിക്കുന്നത് വ്യസനിപ്പിക്കുന്നതുമായ, നാളെ എന്തെങ്കിലും കുരുക്കുകൾ ഇടുവാൻ മനുഷ്യന് പിശാച് ഒരുങ്ങിയിരിക്കുന്ന സകല വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ അടഞ്ഞിട്ട് ദൈവഹിതം തുറന്നു വരട്ടെ. താങ്ക് യു ജീസസ്.